രോമാ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. രോമാ ടിവിയുടെ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ശുശ്രൂഷയുടെ വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകൾ, വിവിധ സാഹചര്യങ്ങൾ, ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസി, ഈ കാലയളവിൽ ദൈവശക്തമായി വിവിധ നിലകളിലൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ആൻസി എബ്രഹാം ആണ് തന്റെ ജീവിതാനുഭവം അരോമാ ടിവി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നത്. പ്രേക്ഷകർക്ക് വേറൊരു അനുഭവമായി തീരും. ഒരുപാട് അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരുന്ന ഈ സാക്ഷ്യം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുക പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി സിസ്റ്റർ ആൻസി എബ്രഹാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമാ ടിവി ശ്രോതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശിഷ്ട അരോമാ ടിവിയിൽ കൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനവസരമൊരുക്കിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. വിശേഷമുള്ള ഈ അരോമാ ടിവി അനേകർക്ക് അനുഗ്രഹമായി കർത്താവ് തീർത്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനും കാണുന്നുണ്ട്. ടെസ്റ്റിമോണികളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുവാനും അതിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ആത്മീയ വർധനയ്ക്കും എനിക്കും കാരണമായി തീരുന്നുണ്ട്. അതുപോലെ പ്രേക്ഷകർക്കും അനേകരുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും ഈ മിനിസ്ട്രി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ ആശ്വാസത്തിനും വിടുതലിനും ഇത് കാരണമായി തീരുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. വിശേഷ പ്രിയ ദേവദാസൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് ആൻസി എബ്രഹാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് എബി എബ്രഹാം. ഞങ്ങൾക്ക് 3 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി തന്നിട്ടുണ്ട്. മൂത്ത മോന്റെ പേര് ജെർമി എബ്രഹാം, 13 വയസ്സ്. ജോന എബ്രഹാം, രണ്ടാമത്തെ മോൻ 10 വയസ്സ്. നോവ എബ്രഹാം 7 വയസ്സ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് അമേരിക്കയിൽ ഫ്ലോറിഡയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ഞാനിവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡും ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. കർത്താവ് ഞങ്ങളെ ഒരു ദിവസവും അത്ഭുത അതിശയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശേഷാല എൻ്റെ പേരൻസ് നാട്ടിലാണ്. അവര് റിട്ടയർഡ് അധ്യാപകരാണ്. അവര് വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അവര് സിസ്റ്റർ ബെൻസി ആൻഡ് ബിബിൻ. അവർക്ക് ദാനമായ 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് കുടുംബമായിട്ട് ജർമ്മനിയിലായിരിക്കുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ പേരൻസ് അവര് ന്യൂയോർക്കിലാണ്. വർഷങ്ങളായിട്ട് അവര് അവിടെ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡിന്റെ സിസ്റ്ററും കുടുംബമായിട്ട് അവര് ന്യൂയോർക്കിലാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി എല്ലാവരും തന്നെ ന്യൂയോർക്കിൽ സെറ്റിൽഡ് ആണ്. എൻ്റെ ഫാമിലിയും ഡാളസ്, ഹ്യൂസ്റ്റൺ, അങ്ങനെ അമേരിക്കയുടെ വിവിധ ദേശങ്ങളിൽ പാർക്കുന്നു. ഞങ്ങൾ മാത്രമാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും മാത്രമാണ് ഫ്ലോറിഡയിൽ ആയിരിക്കുന്നത്. കർത്താവിന്റെ പദ്ധതി പ്രകാരം ദൈവം ഞങ്ങളെ ഫ്ലോറിഡയിൽ കൊണ്ടുവരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എൻ്റെ ബാല്യകാലം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വാളകം കൊടിയാറ്റുവിള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചു വളർത്തപ്പെടുവാനിടയായി തീർന്നത്. എൻ്റെ പാരൻസ് രണ്ടുപേരും ഒരു ടീച്ചേഴ്സ് ആയിരുന്നു.
അതുപോലെ തന്നെ ഒരു പെന്തക്കോസ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി തീർന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ പേരൻസ് വളരെ ബിസി ആയിട്ടുള്ളവരാണെങ്കിൽ തന്നെയും മൺഡേ ത്രൂ ഫ്രൈഡേ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും വളരെ ആത്മീയമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ തന്നെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ അവർ പ്രത്യേകമായിട്ടുള്ള താല്പര്യം കാണിച്ചിരുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്നവരും ദേവദാസന്മാരെ മാനിക്കുന്നവരും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാതാപിതാക്കളാണ് എനിക്കുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ വളർന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കുടിയേറ്റുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിലാണ് ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നത്. അവിടെ വളരെ അനുഗ്രഹമായ രീതിയിൽ ആരാധനയ്ക്കൊക്കെ പങ്കെടുക്കുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചിരുന്നു. എന്നാൽ എൻ്റെ ഒരു ചെറിയ പ്രായത്തിലുള്ള എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാല് ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. എന്ന് പറഞ്ഞാല് എല്ലാത്തിനും പുറകോട്ട് നിൽക്കുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ സിസ്റ്റർ എൻ്റെ സ്വഭാവത്തിന് നേരെ തിരിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കാന്, പ്രാർത്ഥിക്കാന്, പാടാന്, അതുപോലെ അക്കാഡമിക്സില് എല്ലാത്തിനും വളരെ മുൻപോട്ട് നിൽക്കാൻ ആഗ്രഹമുള്ള വ്യക്തി. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തിലും സൺഡേ സ്കൂളിനും CAയ്ക്കും ഒക്കെ താലന്ത് പരിശോധനകളും ഒക്കെ വരുമ്പോൾ ഞാന് അങ്ങനെ മുൻപന്തി നിൽക്കാനോ പ്രോഗ്രാമിലൊന്നും ചേരുവാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് എൻ്റെ പേരൻസും എന്നെ അങ്ങനെ അധികം കാര്യത്തിന് നിർബന്ധിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള വളരെ ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം പുറകെ നിന്ന് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പ്രാർത്ഥനയ്ക്കൊക്കെ ആണെങ്കിലും ആരാധനയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ ഒത്തിരി ഉറക്കെ കൈയടിക്കുകയോ അല്ലെങ്കിൽ ഉറക്കെ പാടുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം എനിക്ക് അതൊക്കെ വളരെ വളരെ ലജ്ജയായിട്ടുള്ള ഒരു കാര്യം ഉള്ള ഒരു പേഴ്സണാണ്. പക്ഷെ ആ സമയത്ത് കുറെ ഞങ്ങളുടെ ചർച്ചിലാണെങ്കിലും എൻ്റെ പ്രായത്തിലുള്ള കുറെ പിള്ളേരൊക്കെ ഉണ്ട്. ആ സമയങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകളൊക്കെ വെക്കുമ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും തന്നെ അഭിഷേകം പ്രാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാനാണെങ്കിൽ അഭിഷേകം പ്രാപിക്കാനായിട്ട് ഞാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ചിലപ്പോൾ നല്ല രീതിയിൽ കൈയടിക്കേണ്ടി വരും, ഉറക്കെ അന്യഭാഷ പറയേണ്ടി വരും, അല്ലെങ്കിൽ ആരാധിക്കേണ്ടതായിട്ട് വരും. എനിക്ക് ആ കാര്യത്തിലൊക്കെ വളരെ ലജ്ജയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവുമായിട്ടൊരു റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പുറമേ കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസിന്റെയും ചിന്ത എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒത്തിരി ദൈവമായിട്ടൊന്നും അടുത്ത് നിൽക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. കാണുമ്പോൾ എല്ലാവരും അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് ദൈവമായിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഞാൻ വളർന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ ഒരു ഫേവർ എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരൻസ് വളരെ ബിസി ആയിരുന്നെങ്കിലും വീട്ടിൽ പ്രാർത്ഥന വെക്കുവാനും ദേവദാസന്മാരെ വിളിച്ച് ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുവാനും ഒക്കെ വളരെ താല്പര്യം ഉണ്ടായിരുന്ന മാതാപിതാക്കളായിരുന്നു. ആ സമയത്തൊക്കെ പ്രാർത്ഥന വെക്കുമ്പോൾ ദേവദാസന്മാരെ വിളിക്കുമ്പോൾ പ്രവാചകന്മാരായിട്ടുള്ള ദേവദാസന്മാർ അന്ന് ആ കാലഘട്ടത്തില് ഒരു കുഞ്ഞുമോൻ പാസ്റ്റർ, മത്തായിക്കുട്ടി പാസ്റ്റർ, ഇങ്ങനെയുള്ള 2 ദേവദാസന്മാരുണ്ടായിരുന്നു. ആ ദേവദാസന്മാരൊക്കെ വന്ന് പ്രാർത്ഥന വെക്കുമ്പോൾ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും എന്നോട് ദൂത് പറയും, നീ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ വേല ചെയ്യും, അതിനായിട്ട് നിന്നെ കണ്ടിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ഇങ്ങനെ ദേവദാസന്മാരിൽ കൂടെ എന്നോട് ദൂത് പറയും. അത് ആ സമയത്ത് വിശ്വസിക്കാൻ പാടായിരുന്നു. കാരണം എല്ലാവർക്കും വിശ്വസിക്കാൻ പാടാണ്. കാരണം ഞാൻ ഈ രീതിയിലാണ് നിൽക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലും ഉണ്ട്. പക്ഷേ ദൈവാത്മാവ് അങ്ങനെ ദൂത് പറയും. പക്ഷെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ആലോചന ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങൾ കേട്ടാല് ഞാനത് വിശ്വസിക്കും. ഈ ഒരു കാര്യം മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഹൃദയത്തെ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ സമയത്ത് അങ്ങനെ കടന്നു പോയപ്പം ഞാൻ അക്കാഡമിക്സിലൊന്നും അത്ര ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ഒരു സിസ്റ്റർ ആണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നിട്ട് എൻ്റെ ഒരു ചിന്താഗതി,
ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ജസ്റ്റ് പാസ് ഒക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവെ, ടീച്ചേഴ്സിന്റെ മകളായതുകൊണ്ട് ഒരിക്കലും ഞാൻ എക്സാമിൽ ഫെയിൽ ആകാൻ പാടില്ല. തന്നെയല്ല, എനിക്ക് എല്ലാ എക്സാംസിലും എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വേണം. എനിക്ക് ഈ രണ്ട് നിബന്ധനകൾ ഞാൻ ദൈവസന്നിധിയിൽ വെക്കുവാനിടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ ഒരു ഫേവർ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ചറിയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്തമാറ്റിക്സിന് വളരെ വീക്കായിട്ടൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും 9th വരെ ഞാൻ ഫെയിൽ ആയിട്ടില്ല. എല്ലാത്തിനും ഞാൻ മാത്തമാറ്റിക്സിനൊക്കെ എനിക്ക് സ്പെഷ്യൽ ട്യൂഷനൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പാസ്സായി പോകും, അങ്ങനെ കടന്നുപോയി. എന്നാൽ 10th ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ ചില നിർണായക സമയങ്ങളിൽ, ഘട്ടങ്ങളിൽ കർത്താവിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 10th ദൈവം എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു വിസ്ഡം തന്നു. ഒരു നല്ലൊരു ടീച്ചർ, മാത്ത് പഠിപ്പിക്കുന്ന ടീച്ചറിനെ എനിക്ക് കിട്ടി. ആ ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ എനിക്ക് പെട്ടെന്നൊന്ന് മനസ്സിൽ കയറുകയാണ്. എനിക്ക് മാത്തിന് അതുവരെ ഇല്ലാത്തൊരു വിസ്ഡം ദൈവം എനിക്ക് അന്നേരം തരുവാനിടയായിത്തീർന്നു. മറ്റുള്ളവർ പോലും അതിശയം കൂറുമാറ് എനിക്ക് 10th ഡിസ്റ്റിങ്ഷനോട് അനുബന്ധിച്ച് അടുപ്പിച്ച് മാർക്ക് ലഭിച്ച് കർത്താവ് എനിക്ക് നല്ല രീതിയിലുള്ള വിജയം എനിക്ക് തന്നു. അതുപോലെ തന്നെ +2 ആയപ്പോഴും എനിക്ക് പ്രത്യേകമായിട്ടൊരു വിസ്ഡം കർത്താവ് എനിക്ക് തന്നു. പിന്നെ മാത്ത് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട് ഞാൻ എക്സാമിന് പാസ്സായി. പക്ഷേ +2 പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കീറാമുട്ടിയായിട്ടൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഡിഫിക്കൽട്ട് ആയിട്ടൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ഒട്ടും മനസ്സിലാകത്തില്ല, എത്ര പഠിപ്പിച്ചാലും എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. എന്നാൽ ഫൈനൽ എക്സാമിന് ഓർഗാനിക് കെമിസ്ട്രി എക്സാമിന് വന്നതെല്ലാം, കെമിസ്ട്രി വന്നതെല്ലാം ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. അപ്പത്തിന് ഞാൻ വിചാരിച്ചു, എന്റെ കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് ഞാൻ എക്സാം ഹാളിൽ ഇരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ കുറച്ച് പിക്ചറൊക്കെ ഉണ്ടല്ലോ, ഓർഗാനിക് കെമിസ്ട്രിയുടെ പിക്ചറൊക്കെ ഞാൻ വരച്ചു വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോരുന്നു. വീട്ടിൽ പോരുന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ചർച്ചിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, ഞാൻ എക്സാമിന് ഫെയിലായി, അത് ഭയങ്കര നാണക്കേടായിരിക്കും. എന്റെ പേരൻസ് ടീച്ചേഴ്സാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനല്ല എന്റെ പേരൻസിനെ അറിയാം. എന്നിട്ട് അതിന് ഒരു ഭയങ്കര നാണക്കേടായി പോവും. അതുകൊണ്ട് കർത്താവെ, എന്നെ ഒരിക്കലും എന്നെ തോപ്പിക്കരുത്. തന്നെയല്ല, ഫസ്റ്റ് ക്ലാസ് മാർക്ക് എനിക്ക് തരണം. ദൈവസന്നിധി ഞാൻ വെച്ചിരിക്കുന്ന കണ്ടീഷനാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, എന്നോട് ദേവദാസന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നേഴ്സിങ്ങിനാണ് പോകുന്നത്, നേഴ്സിംഗ് പഠിക്കും, അത് പൂർത്തീകരിക്കും, ഞാൻ ആ രീതിയിൽ ഞാൻ പോകും, എന്റെ പ്രൊഫഷൻ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മാതാപിതാക്കളും ദൈവ ആലോചനയെ അതുപോലെ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്ന, എന്ത് പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിലും ദേവദാസന്മാരെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ആലോചന ചോദിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ഞാൻ നഴ്സിങ്ങിന് പോകും എന്നുള്ള ആലോചനയെ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ ഫാദർ, ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പോയി ഒരു സീറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. ആ മാനേജർ, അവിടുത്തെ മാനേജ്മെന്റ് ഫസ്റ്റ് ഫയൽ എടുത്ത് എഴുതുന്നത് എന്റെ പേരാണ്, ആദ്യത്തെ പേര് എഴുതുന്നത്. ഓർത്തു നോക്കണം, എക്സാമിന്റെ റിസൾട്ട് വന്നില്ല. എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല ഞാൻ ഓർഗാനിക് കെമിസ്ട്രിക്ക് തോക്കുന്ന രീതിയാണെന്ന്. പക്ഷെ ഞാൻ ദൈവസന്നിധി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാനിടയെ, കർത്താവെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഫെയിലായി പോകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്തുവായാലും എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായെന്ന് മാത്രമല്ല, ദൈവത്തോട് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതലും മാർക്ക് തന്ന ദൈവം എന്നെ അവിടെ മാനിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരു ഫേവർ എനിക്ക് അനുഭവിച്ചറിയുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം, +2 കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തെ ടൈം ഉണ്ട് നേഴ്സിങ്ങിന് പോകാനായിട്ട്. ഈ സമയത്ത് എന്റെ പേരൻസ് ജോലിക്ക് പോകും, എന്റെ സിസ്റ്ററും സ്കൂളിൽ പോകും. എനിക്ക് ഗ്രാൻഡ് മദർ, അമ്മച്ചിയാണ് എനിക്ക് വീട്ടിലുള്ളത്. അന്നേരം ഞാനും എന്റെ അമ്മച്ചിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ.
ഈ സമയത്ത് ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ കൈയടിക്കുകയും പാടിക്കുകയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കത്തില്ലെങ്കിലും ദൈവവുമായിട്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് എല്ലാവരും ജോലിക്കും എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ എൻ്റെ റൂമിനകത്ത് കയറി കതകടച്ചിരുന്ന് ദൈവവചനം വായിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, അന്നൊക്കെ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നതാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ബൈബിളുമായിട്ടുള്ള അത്ര നോളജ് ഒന്നുമില്ല. സൺഡേ സ്കൂളിൽ പോകും, വാക്യം പഠിക്കും, പിന്നെ നമുക്ക് വചനം കേൾക്കും, അങ്ങനെയൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ വചനവും ഈ കാലഘട്ടത്തെ പോലെ യൂട്യൂബോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസോ അങ്ങനെയൊന്നും ഉള്ള കാലഘട്ടമല്ല. എന്നാല് ആ സമയത്ത് ഞാൻ ബൈബിള് തുറക്കുമ്പോ ഉടനെ എനിക്ക് കിട്ടുന്ന ഒരു വചനം ഇപ്രകാരമാണ്: ഇപ്പോഴും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം, ഇപ്പോഴും യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുമ്പേ ഞാൻ നിന്നെ കണ്ട ദൈവമാകും. ഇങ്ങനെയുള്ള വചനം ദൈവം, ഞാൻ ബൈബിള് തുറന്ന ഉടനെ ദൈവം എനിക്ക് ഈ വചനമാണ് തരുന്നത്. അതിന് ഞാൻ അന്നേരമൊന്നും എനിക്ക് അത്രയ്ക്ക് മനസ്സിലാകത്തില്ല, എന്താ ദൈവം എന്താ ഇങ്ങനെ തരുന്നതെന്ന്. പക്ഷെ പെട്ടെന്ന് എന്നാലും എന്റെ ഹൃദയത്തിലുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പർപ്പസ് ഉണ്ടെന്ന് എന്റെ ഹൃദയത്തിൽ തോന്നുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ദൈവസന്നിധി കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു: കർത്താവെ, ഞാൻ നേഴ്സിങ്ങിന് പോകുമ്പം അവിടെ വെച്ച് എനിക്ക് നല്ലൊരു ചർച്ച വേണം, എനിക്ക് നല്ലൊരു കൂട്ടുകാരെ കിട്ടണം, ഒരു പെന്തക്കോസ്ത് കൂട്ടുകാരെ കിട്ടണം, നല്ലൊരു ചർച്ച കിട്ടണം. ആ ചർച്ച കിട്ടിയിട്ട് അവിടെ വെച്ച് ഞാൻ അഭിഷേകം പ്രാപിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു ഫേവർ, ദൈവത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞാല്, ആ സമയത്ത് ഒരു 10:10 സമയമാകുമ്പോ എനിക്കൊരു ലാൻഡ് ലൈൻ ആണല്ലോ ആ സമയത്തുള്ളത്, ഒരു ഫോൺ കോള് വരും. ഫോൺ കോള് വന്ന് എന്റെ ഇൻഫർമേഷൻ ഒക്കെ ഒരു വ്യക്തി മറു സൈഡിൽ നിന്ന്, ഒരു പുരുഷ സ്വരമാണ്, എന്നോട് സംസാരിക്കും. പക്ഷെ എന്റെ ഇൻഫർമേഷൻ ഒക്കെ പറയും, എന്നിട്ട് താൻ ആരെന്ന് എന്നോട് വെളിപ്പെടുത്തത്തില്ല. അങ്ങനെ ഇത് 2-3 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിതൊരു ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ആകാൻ തുടങ്ങി. ഇതെന്താണ് ഇതിങ്ങനെ പറയുന്നത്? കാരണം എന്റെ കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ഈ വ്യക്തി ആരാണെന്ന് അറിയത്തില്ല, ഈ വ്യക്തി ആരെന്നോ ഒന്നും വെളിപ്പെടുത്തത്തില്ല. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ടൊരു മാനസികമായ ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ തുടങ്ങി. ആ സമയത്ത് 3ാമത് കോൾ ചെയ്തപ്പം ദൈവം എന്നോട് ഹൃദയത്തിനുള്ളിൽ പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇത് ആരെന്ന് വെളിപ്പെടുത്തുവാനായിട്ട്. ഞാനത് ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാകുന്ന ഒരു ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു റെവലേഷനാണ് ആ സംഭവം. അന്നേരം ഞാനാണെങ്കിൽ എന്റെ റൂമിനകത്തിരുന്ന് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ച, ഫോൺ വെച്ച ഉടനെ ഞാൻ എന്റെ റൂമിൽ തന്നെയാണ് ഫോൺ വെച്ച ഉടനെ കർത്താവിനോട് ഞാൻ മല്ല് കെട്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവെ, എന്നെ ഇപ്രകാരം ഫ്രസ്ട്രേഷൻ ചെയ്യുന്ന, എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഈ ഫോൺ കോൾ, ഈ വ്യക്തി ആരെന്ന് എനിക്ക് ഇപ്പൊ തന്നെ വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ശരിക്കും ഞാൻ ആത്മാവ് എന്ന് പറഞ്ഞ അന്ന് അനിഭാഷയൊന്നും പ്രാപിച്ചിട്ടില്ല. അന്ന് ഞാൻ ശരിക്കും ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ വ്യക്തി ഫോൺ വിളിച്ചു വെച്ചതേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ എനിക്ക് പിന്നെയും കോള് വന്നപ്പോ മറു സൈഡില് ഈ വ്യക്തിയാണ്. ഈ വ്യക്തി എന്നോട് ഇപ്രകാരം പറയാണ്, ആൻസി, ഇത്രയും ദിവസം ഞാൻ നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. ഇനി മേലാൽ ഞാൻ ഈ കാര്യം നിന്നോട് ചെയ്യത്തില്ല, ഈ കാര്യം നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ വ്യക്തി എന്നോട് ക്ഷമ ചോദിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഫോൺ വെച്ചു. ആ സംഭവത്തോടു കൂടി എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ ഞരങ്ങുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവിനോട് അപേക്ഷിച്ച ദൈവം ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി തരേണ്ട വിഷയമാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മറുപടി തരും. അപ്പോൾ വീണ്ടും അല്പനാളുകൾ നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ അല്പനാളുകൾ കഴിഞ്ഞ് തന്നെ മറുപടി തരും. ഇങ്ങനെ ദൈവം എൻ്റെ മുന്നില് ആദ്യമായിട്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന്
ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞു. ഞാൻ ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം ഞാൻ ബാംഗ്ലൂരിലേക്ക് നഴ്സിംഗ് പഠിക്കാനായി കടന്നുപോയി. എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഭിഷേകം പ്രാപിക്കാനായി ഫ്രൈഡേയില് ഒരു ദിവസം ഹാഫ് ഡേ വരെ ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഹാഫ് ഡേ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് ഞങ്ങൾക്ക് പോകുവാനുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നു. IPC ബാനസ്വാടി ചർച്ച്, പാസ്റ്റർ സിയു ജോൺ ആൻഡ് സിസ്റ്റർ മേരി ജോൺ, ഇവര് രണ്ടുപേരുമാണ് പാസ്റ്റർ ആൻഡ് വൈഫ്. അവര് IPC ബാനസ്വാടി ചർച്ചിലെ പാസ്റ്റർ ആൻഡ് വൈഫാണ്. അവരുടെ ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റലിലുള്ള പിള്ളേരെ എല്ലാം അവരുടെ തന്നെ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ആ ചർച്ചിൽ കൊണ്ടുപോയി ഞങ്ങളെ ആ ചർച്ച് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു തന്നെ ഞങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ടുവരും. ആ ചർച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ ആത്മാവിൽ ആരാധിക്കുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചായിരുന്നു. കൂടുതലും സ്റ്റുഡൻസ് ആയിരുന്നു. സ്റ്റുഡൻസ് ആണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടൊക്കെ കടന്നു വന്ന് ഗൾഫിൽ നിന്നൊക്കെ കടന്നു വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് കടന്നു വരുന്ന ഒരു ചർച്ചാണ്. വളരെ തീ കത്തുന്ന ആരാധനയായിരുന്നു. പൈശാചിക ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കാണുകയും പലരും അഭിഷേകം പ്രാപിക്കുന്നു. മണിക്കൂറുകളോളമുള്ള ആരാധന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചർച്ചില് ദൈവം എന്നെ കൊണ്ടുവരുവാനിടയായി തീർന്നു. ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിഷയം പോലെ തന്നെ ദൈവം ആ കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ആരാധനയിലും ഒക്കെ പങ്കെടുക്കും. എല്ലാ സൺഡേയിലും ചർച്ചിൽ കടന്നു പോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഏപ്രിൽ മാസം 8-ാം തീയതി 2024 ആ സഭ ആരാധനയിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുവാനിടയായി തീർന്നു. ആമേൻ. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അങ്ങനെ ഈ ഒരു വിഷയത്തോടനുബന്ധിച്ചും കർത്താവ് എന്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാനിടയായി. ഞാൻ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഞാൻ ഉപവാസം അതുപോലെ പ്രാർത്ഥന ഇതൊക്കെ ഞാൻ കൂട്ടുവാനിടയായി. ദൈവത്തോട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന സമയങ്ങളായിരുന്നു. ഞാൻ എൻ്റെ പേരൻസിനെ നിന്ന് അകന്നാണെങ്കിലും എല്ലാവരും നിന്ന് അകന്നാണെങ്കിലും ഞാൻ എപ്പോഴും ദൈവത്തിന്റെ വാഴ്ത്തത്തിൽ ഞാനിങ്ങനെ വിശ്വസിക്കായിരുന്നു. വളരെ പ്രയാസമായിട്ടുള്ള അനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നു പോയെങ്കിലും ദൈവം എന്നെ വാഴ്ത്തത്വ പ്രകാരമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാനൊരു നേഴ്സ് ആകാനാണ് കർത്താവിന് ആഗ്രഹം. ഇതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായത് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോയി ദൈവമായിട്ട് ഒത്തിരി അടുക്കുകയും അതുപോലെ ദൈവ ശബ്ദം കേൾക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത നല്ല ദിവസങ്ങളായിരുന്നു ആ ഹോസ്റ്റൽ ലൈഫ്. അങ്ങനെ ഒരു 3rd ഇയർ വരെ നന്നായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ആത്മീയമായിട്ടുള്ള വളരെ തീഷ്ണതയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ആ സമയത്ത് ഒരു സ്റ്റുഡന്റ് പുറത്തു പോയിട്ട് ലേറ്റ് ആയിട്ട് വന്നപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഞാനും ഉണ്ടല്ലോ ഈ കുട്ടിയെ വളരെ വഴക്ക് പറഞ്ഞപ്പം നമുക്ക് അറിയാം നമ്മൾ വലിയ തീഷ്ണതയിലും ആത്മീയമായിട്ടൊക്കെ വലിയ രീതിയിൽ നിൽക്കുകയാണ്. അന്നേരം എല്ലാവരും വഴക്ക് പറഞ്ഞു, ഞാനും വഴക്ക് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ കൂടെ എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. ആ സമയത്ത് എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മ എന്തുണ്ടെങ്കിലും വചനം തുറന്ന ഉടനെ ആ ഇൻസിഡന്റ് ആണ് വചനത്തിൽ കൂടെ കാണാൻ ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ട് പോയിട്ടുണ്ട്. കർത്താവ് ഈ ഒരു സംഭവം വചനത്തിലുണ്ടോ? ആ വചന വെളിപ്പാട് കർത്താവ് എനിക്ക് അന്നേ ധാരാളമായി തരുന്നുണ്ടായിരുന്നു. ഏത് സന്ദർഭത്തിൽ കൂടെ കടന്നു പോയാലും വചനം തുറന്ന് വായിക്കുമ്പോൾ ആ കാര്യം തന്നെ എന്നെ കേൾപ്പിച്ച് കാണിപ്പിച്ച് എന്നെ വചനത്തിൽ ഉറപ്പിക്കുമായിരുന്നു. അന്നേരം ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് രാത്രിയിൽ വചനം വായിക്കാൻ ഇരുന്നപ്പം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക.
ഈ ഒരു വാക്യം കണ്ടിട്ട് എന്റെ ചങ്ക് പെടഞ്ഞു പോയി. കാരണം ദൈവമേ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു വാക്യങ്ങൾ വചനത്തിലുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ബൈബിള് ഞാൻ ഫുള്ളൊന്നും വായിച്ചിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വചനം തുറക്കും. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇടപെടും. ആ ഒരു രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ രാത്രിയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അന്നേരം വചനം തുറന്ന ഉടനെ ഇത് കണ്ടപ്പോഴത്തേനും ഞാനങ്ങ് ഭയങ്കരമായി ഞെട്ടിപ്പോയി. ദൈവാത്മാവ് പറഞ്ഞു, നമ്മൾ ആത്മീയരാണെങ്കിൽ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് ഒരു വാണിംഗ് കൂടെ തന്നു, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. ദൈവത്തിന് ഞാൻ പറയട്ടെ, ചില പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ കർത്താവ് എന്നെ കടത്തി വിടുവാൻ ഇടയായിത്തീർന്നു. എങ്കിലും ദൈവം വിശ്വസ്തതയുള്ള ദൈവമായതുകൊണ്ട് എന്നെ കൈവിട്ടില്ല, എന്നെ ഉപേക്ഷിച്ചില്ല. ദൈവത്തിന്റെ കൃപയെ തന്നെ ആയിത്തീരുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ആത്മീയരാണെങ്കിലും വചനം വായിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും നമുക്കൊരിക്കലും ആരെയും വിധിക്കുവാനോ അല്ലെങ്കിൽ നമ്മൾ ആത്മീയരാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഒരിക്കലും ചവിട്ടി താഴ്ത്തുവാനോ ഒന്നും നമുക്ക് അധികാരമില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആത്മീയരാണെങ്കിൽ അങ്ങനെ ഉള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം പിശാച് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ വീഴ്ത്തി കളയുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. ആകെ വചനത്തിൽ തന്നെ നിൽക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് എൻ്റെ പഠനം അവസാനിച്ചു. 4 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 2007 ഞാൻ വീട്ടിൽ വരുവാനിടയായി. വീട്ടിൽ വന്ന ഉടനെ എൻ്റെ പുറകിൽ ഒരു സിസ്റ്റർ ഉണ്ടായതുകൊണ്ട് എത്രയും വേഗം തന്നെ എൻ്റെ കല്യാണം നടത്തുവാനാണ് എൻ്റെ പേരൻസ് ആഗ്രഹിച്ചത്. ഞാൻ ജോലിക്കൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ പേരൻസ് പറഞ്ഞില്ല, ഉടനെ തന്നെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞു. പക്ഷെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും ചോദിക്കുമ്പം വിച്ച് കൺട്രി വുഡ് യു ലൈക്ക് ടു ഗോ, ഞാൻ എപ്പോഴും പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്ക പോകാനാണ് എൻ്റെ ആഗ്രഹം. അന്നേരം ആര് ചോദിച്ചാലും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ പേരൻസ്, ഞാൻ ജനിച്ച ഉടനെ തന്നെ അവർക്ക് ആഗ്രഹമായിരുന്നു എന്നെ അമേരിക്ക വിടണം. കാരണം എൻ്റെ മമ്മിയുടെ ബ്രദർ അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് എന്നെ അമേരിക്ക വിടണം, എൻ്റെ സിസ്റ്ററിനെ നാട്ടിൽ നിർത്തണം, അവൾക്ക് ഗവൺമെന്റ് ജോലി വാങ്ങിച്ച് അവളെ നാട്ടിൽ നിർത്തണം, ഞാൻ അമേരിക്ക പോകണം. ഇതാണ് എൻ്റെ പേരൻസിന്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അമേരിക്ക പോകണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ ഒന്നും അക്കാലത്തില്ല. എങ്ങനെ, എസ്പെഷ്യലി ഈ അമേരിക്ക കടന്നു വരണമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എങ്കിലും എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം വിവാഹാലോചനകളൊക്കെ വന്നു. വിവാഹാലോചനകളൊക്കെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരൻസ് പ്രാർത്ഥനയിൽ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നവരാണ്. ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്നവരാണ്. കർത്താവിന്റെ അരുളപ്പാട് അറിഞ്ഞിട്ട് മാത്രമേ ഒരു സ്റ്റെപ്പ് അവരെടുക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പല വിവാഹാലോചനകൾ വന്നിട്ടും അവര് ദൈവസന്നിധി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 2 ദേവദാസന്മാരുണ്ട്, അവരെ വിളിച്ചിട്ട് അവരോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കും. അത് അങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കല്യാണം വരും. ഒരു വ്യക്തി ഒരു കല്യാണാലോചന വന്നപ്പോൾ നല്ല ജീവിത സാഹചര്യങ്ങൾ എനിക്കും ഇഷ്ടപ്പെട്ടു, പാരൻസിനും ഇഷ്ടമായിരുന്നു. അവരുടെ നടത്താമെന്നുള്ള രീതിയിലൊക്കെ കടന്നു വന്നെങ്കിലും ആ 2 ദേവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു നടത്തരുതെന്ന് പറഞ്ഞു. ആ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം നടന്നില്ല. അങ്ങനെ പല ആലോചനകളും വന്നു, നടന്നില്ല. അവസാനം എൻ്റെ ഹസ്ബൻഡ് എബി എബ്രഹാം, അവര് ന്യൂയോർക്ക് സെറ്റിൽഡ് ആണ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ, അപ്പച്ചന് കരവാളൂരായിരുന്നു അന്ന് താമസിച്ചിരുന്നപ്പോ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സീനിയർ ശുശ്രൂഷകനായിരുന്നു അപ്പച്ചന്. എൻ്റെ ഫാദറും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ 6 വർഷം സൺഡേ സ്കൂളിന്റെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവര് തമ്മിൽ നല്ല പരിചയമാണ്. ആ സമയത്താണ് അപ്പച്ചന്റെ ഇങ്ങനെ ഒരു ആലോചന ഞങ്ങൾക്ക് വന്നത്. ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയാനും ഫോട്ടോ കാണിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ആ കാര്യം പ്രൊസീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴും പ്രാർത്ഥിച്ചു, ആലോചന ചോദിച്ചു, ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു.
എന്നോട് ദൈവത്തിന്റെ ആലോചന ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാസ്റ്റർ മകനെ ആയിരിക്കും എന്റെ വിവാഹം നടക്കുന്നതെന്നൊക്കെ എന്നോട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമേരിക്കയിൽ കടന്നു പോകും, അങ്ങനെയൊക്കെ ആലോചന പറഞ്ഞു. ഞാൻ ഇതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഈ വിവാഹാലോചന വന്നത്. അങ്ങനെ 2008 നവംബർ മാസം 10 എന്റെ ഹസ്ബൻഡുമായിട്ട് എന്റെ വിവാഹം നടക്കുവാനിടയായി തീർന്നു. അങ്ങനെ 2008 വിവാഹം നടന്നു. അവര് ന്യൂയോർക്കിൽ വർഷങ്ങളായിട്ട് സെറ്റിൽഡ് ആണ്. അവര് നാട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോയിട്ട് ഞാൻ ഏകദേശം 1 വർഷം നാട്ടിലായിരുന്നിട്ട് 2010 ഫെബ്രുവരി മാസം 10 ഞാൻ ന്യൂയോർക്കിലേക്ക് വരുവാനിടയായിരുന്നു. ആ സമയത്ത് വരുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ വെച്ചപ്പോൾ ദേവദാസന്മാർ എന്നോട് ദൂത് പറയുവാനിടയായി തീർന്നു. അമേരിക്കയിൽ കടന്നു ചെന്ന് 1-2 സ്ഥലങ്ങളിൽ നിങ്ങൾ മാറി താമസിക്കും, ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ വേല ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദേവദാസന്മാർ കൂടെ ദൂത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിനോടും തന്നെ അവര് ഒരു മിനിസ്ട്രി ചെയ്യുന്ന ഫാമിലിയാണ്. അങ്ങനെ ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ അങ്കിൾസ്, അവരെല്ലാവരും തന്നെ കർത്താവിന്റെ വേലയിലാണ്. എന്റെ ഹസ്ബൻഡിന് ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ചെറുപ്രായം മുതലേ അവരുടെ പേരൻസ് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അങ്ങനെ ആ ഒരു മിനിസ്ട്രി താല്പര്യമുള്ള ഒരു കുടുംബത്തിലോട്ടാണ് ഞാൻ കടന്നു വരുവാനിടയായി തീർന്നത്. അങ്ങനെ ഞാന് 2010 ഫെബ്രുവരി മാസം 10 ന്യൂയോർക്കിലേക്ക് കടന്നു വന്നു. ന്യൂയോർക്കിൽ വന്നതിന് ശേഷം ഞാൻ 6 പാസ്സാകാതാണ് വന്നത്. പക്ഷെ ആദ്യത്തെ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ എക്സാം പാസ്സായി. പക്ഷെ ഞാൻ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ആദ്യത്തെ മാസങ്ങൾ കൊണ്ട് എക്സാം പാസ്സാകാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്നെക്കാളും ഒക്കെ വളരെ മിടുക്കരായിട്ടുള്ളവര് തന്നെയല്ല, അമേരിക്കയില് വർഷങ്ങളായിട്ടുള്ളവരും ജനിച്ചു വളർന്നവരും ഫാമിലിയിലൊക്കെ ഉള്ളവർ തന്നെയും ഒത്തിരി പ്രാവശ്യമൊക്കെ 6 എഴുതി ഫെയിൽ ആയിരിക്കുന്ന ഒരു സമയത്താണ് ഞാനും എക്സാം എഴുതുന്നത്. തന്നെയല്ല, എന്റെ കൂടെ കല്യാണം കഴിഞ്ഞ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ അമേരിക്കയിൽ വന്ന് അവരെല്ലാം ഹ്യൂസ്റ്റണൊക്കെ പഠിക്കാൻ പോയി. പക്ഷെ എനിക്ക് അങ്ങനെ അതിനുള്ള ഒരു ചാൻസ് ഇല്ലായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ഇങ്ങനെ റിവൈസ് ചെയ്തു പഠിച്ചുകൊണ്ടിരുന്നു. കമ്പ്യൂട്ടറിനകത്ത് ഇരുന്നു പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോഴും ഈ വചനം തുറന്ന് വായിക്കുന്ന ഒരു ശീലമുണ്ട്. എവിടെ പോയാലും ഞാൻ എപ്പോഴും വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് പണ്ട് മുതൽ തന്നെ. അതിനും ഞാൻ വചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്ന വചനം ഇപ്രകാരമാണ്: അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് ഫലം അനുഭവിക്കേണ്ടത്. ഇങ്ങനെ ഒരു വചനം എനിക്ക് കിട്ടി. ഞാൻ ആ സമയത്ത് വന്നതേ ഉള്ളായിട്ട് ഞാൻ ആദ്യത്തെ എക്സാമിന് എഴുതാൻ പോയപ്പോൾ അത്ര പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാന്നാണ് ഞാൻ എഴുതാൻ പോയത്. അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ ഈ എക്സാമിന് ഫെയിൽ ആകുമായിരിക്കും എന്ന് എനിക്ക് എന്റെ മനസ്സിൽ തന്നെ ഫീൽ ചെയ്തു. കാരണം അധ്വാനിക്കുന്ന കൃഷിക്കാരനാകണം, ഫലം അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര അധ്വാനിച്ചിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. ആദ്യത്തെ 75 ക്വസ്റ്റ്യൻസിൽ കമ്പ്യൂട്ടറിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി ഫെയിലായി. അതാണ് മിനിമം ക്വസ്റ്റ്യൻ. എന്നിട്ട് 2ാമത്തെ പ്രാവശ്യം ഞാൻ ശരിക്കും വർക്ക് ചെയ്തു. വീട്ടിനകത്ത് വേറെ ക്ലാസ്സിനൊന്നും പോയില്ലെങ്കിലും ഞാൻ വീട്ടിനകത്തിരുന്ന് ഒരു കോഴ്സ് കമ്പ്യൂട്ടറിനകത്ത് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ശരിക്കും വർക്ക് ചെയ്തിട്ട് ഞാൻ എക്സാമിന് പോയപ്പം ആദ്യത്തെ പ്രാവശ്യം 75 കമ്പ്യൂട്ടർ സ്റ്റോപ്പ് ചെയ്ത് ഫെയിലായി. എന്നാൽ 2ാമത്തെ പ്രാവശ്യവും കമ്പ്യൂട്ടർ 75 ക്വസ്റ്റ്യനിൽ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ആ പ്രാവശ്യം ഞാൻ ജയിച്ചു, എക്സാം പാസ്സാകുവാനിടയായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ വലിയ കൃപയാല് ഞാൻ ആ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പഠിച്ചത് കൊണ്ട് എന്റെ ലൈസൻസ് ട്രാൻസ്ഫർ ആയി വരാൻ കുറെ സമയമെടുത്തു. ഏകദേശം 1 വർഷത്തോളം എടുത്തു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.
വർഷത്തോളം എടുത്ത് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. എൻ്റെ ഇൻലോസ് ഒക്കെ വളരെ സ്നേഹമുള്ള പപ്പയും മമ്മിയാണ്. പക്ഷെ അവരെന്നെ ജോലിക്കൊന്നും വിട്ടില്ല. എന്നോട് പറഞ്ഞു ആറിന്റെ ലൈസൻസ് കിട്ടിയിട്ട് നീ നേഴ്സായിട്ട് തന്നെ ജോലിക്ക് പോകാം. പക്ഷെ ഞാൻ വന്ന ഉടനെ ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്തു. പക്ഷെ ജോലിക്ക് ട്രൈ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എക്സാം പാസ്സായി. അവർ പിന്നെ പറഞ്ഞു ആറിനായിട്ട് തന്നെ നീ ജോലിക്ക് പോയാൽ മതി, വേറെ എങ്ങും ജോലി ചെയ്യേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്നു. ഏകദേശം 1 വർഷം എടുത്തു എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫർ ആയത്. ഈ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും ക്വസ്റ്റ്യൻസ് ആണ്. ഇനോ അവിടെ ചെന്നിട്ട് നിങ്ങൾ വെറുതെ നിൽക്കുന്നു, ജോലിയില്ല, കുഞ്ഞുങ്ങളില്ല. 2008 കല്യാണം കഴിഞ്ഞതാണ്, കുഞ്ഞുങ്ങളില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്നാ കുഞ്ഞുങ്ങളെങ്കിലും ആകാന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും ഞാൻ ഒരിക്കലും പ്രഗ്നന്റ് ആകത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. അന്ന് ചില നിരാശകളൊക്കെ കടന്നു വന്ന് എൻ്റെ ഹസ്ബൻഡിനും നല്ല ഒരു ജോലി ഇല്ലാത്ത ഒരു സാഹചര്യം, പേരൻസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ആ ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിൽ കൂടെ ദൈവം കടത്തിവിട്ടു. ആ സമയത്ത് എൻ്റെ ലൈസൻസ് പിന്നെ 1 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയി വന്നു. എല്ലാവരും വിചാരിച്ചു ഓക്കെ ന്യൂയോർക്കിൽ തന്നെ എനിക്ക് ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ എല്ലാം ജോലിക്ക് അപ്ലൈ ചെയ്തു. ആ സമയത്ത് റിസഷൻ നടക്കുക 2010 ആ സമയത്തൊക്കെ സാമ്പത്തിക മാന്ദ്യ സമയം, ജോലിയൊക്കെ കിട്ടാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഫാമിലി തന്നെ ഒരുപാട് നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെയും എനിക്ക് അവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടും ഒരു കാരണവശാലും എനിക്ക് അവിടെ ജോലി കിട്ടത്തില്ല. എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ജോലിയായി. അവർ നിന്ന സ്ഥാനത്ത് തന്നെ അവരുടെ പേരൻസ്, അവരുടെ ഹസ്ബൻഡ് ഉള്ള ആ സ്ഥലത്ത് തന്നെ അവർക്കെല്ലാം ജോലി ആയെങ്കിലും എനിക്ക് ന്യൂയോർക്കിൽ ഒരു ജോലി കിട്ടത്തില്ല. എല്ലായിടത്തും ഇന്റർവ്യൂ അപ്ലൈ ചെയ്യും, ഇന്റർവ്യൂവിന് വിളിക്കും. പ്രത്യേകിച്ച് ഞാൻ ഇന്റർവ്യൂ എല്ലാം പാസ്സാകും, പിന്നെ അവര് വിളിക്കത്തില്ല. തന്നെയല്ല നല്ല സ്ട്രോങ് റെക്കമെൻഡേഷനോട് കൂടി ഒരു ഹോസ്പിറ്റലിൽ പോയി എന്നെ ഇന്റർവ്യൂ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് അറിയാൻ പറ്റിയത് ആ ഇന്റർവ്യൂ ചെയ്ത ഹ്യൂമൻ റിസോഴ്സ് എന്നെ മറന്നു പോയെന്ന് അവർ പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ വരെ അങ്ങനെയുള്ള രീതിയിലായി തീർന്നു. കാരണം ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ഞങ്ങളെ ന്യൂയോർക്കിൽ നിന്ന് മൂവ് ചെയ്യിക്കുക എന്നുള്ളത്. അതിന് കാരണം ദൈവാത്മാവ് എന്നോട് വരുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു അമേരിക്കയുടെ 1-2 സ്ഥലങ്ങളിൽ മാറി താമസിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു കസിൻ അദ്ദേഹം നാട്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വിസിറ്റ് ചെയ്തു. അവരിപ്പോൾ അമേരിക്ക സെറ്റിൽഡാണ്. അന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഡാനി എന്നാണ് പേര്. അദ്ദേഹം ഫ്ലോറിഡയില് തന്റെ സിസ്റ്ററുമായിട്ട് അവർ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പാസ്റ്ററും വൈഫും അവരവരുടെ കസിൻസ് ആണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ പറ്റി അവരോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പാസ്റ്ററും വൈഫ് ത്രൂ ഞങ്ങളുടെ ചർച്ചിലുള്ള 1-2 പേരോട് സംസാരിച്ചിട്ട് എനിക്കിവിടെ ഒരു ഹോസ്പിറ്റലില് അവർ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ എനിക്കിവിടെ ജോലി ലഭിക്കുവാനിടയായത്. ഓർത്തു നോക്കണം, ഞാൻ അത്രയും നാൾ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട്, എത്രയും നാൾ ട്രൈ ചെയ്തിട്ട്, സ്ട്രോങ് റെക്കമെൻഡേഷൻ ഉണ്ടായിട്ട് എനിക്ക് അവിടെ ജോലി ലഭിച്ചില്ല. ഞാൻ നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ് എന്ന് തന്നെയാണ്. ദൈവം നമ്മളെക്കുറിച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കത്തുള്ളൂ. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കും. ഇപ്രകാരമാണ്, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മധ്യേ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ എന്റെ വഴികളിലും ഉയർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. അതേ ആലോചനയുടെ മുന്നേ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ഫ്ലോറിഡയ്ക്ക് വരുവാനായി തീരുമാനിച്ചു. എന്റെ ഹസ്ബൻഡിനും വളരെ താല്പര്യമായിരുന്നു. കാരണം അദ്ദേഹവും ദൈവാലോചനയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഞങ്ങളുടെ പേരൻസിനും അതുപോലെ ഞങ്ങളുടെ ഫാമിലിക്കും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞങ്ങളെ അവിടെ നിന്ന് മൂവ് ചെയ്യിക്കുക എന്നുള്ളത്. കാരണം വേറെ ആരും ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യരും ഫ്ലോറിഡയിലില്ല. ആകെ ഒരു ഫാമിലി ഉണ്ടായിരുന്നത് ആ വർഷം അവർ തിരിച്ച് ന്യൂയോർക്കിൽ മൂവ് ചെയ്തു. അന്നേരം ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും തന്നെ
വീട്ടിൽ വന്നു. ഫാമിലി എല്ലാവരും വീട്ടിൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മോനെ ഒരിക്കലും നിങ്ങൾ ഫ്ലോറിഡയിൽ വീട് വാങ്ങിക്കരുത്. നിങ്ങൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് ന്യൂയോർക്കിലേക്ക് മടങ്ങി വരണം. ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്. ഞങ്ങളോട് അവർക്ക് വളരെ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന്റെ ആണ് അവർ പറഞ്ഞത്. നിങ്ങൾ തിരിച്ച് മടങ്ങി വരണം എന്നൊക്കെ അവർ ഞങ്ങളെ ഉപദേശിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ഉപദേശം അത് തന്നെയായിരുന്നു. ഒരു എക്സ്പീരിയൻസും ഇല്ലാതാണ് ഞാൻ അമേരിക്കയിലേക്ക് വന്നത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വരണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഞങ്ങള് ഫ്ലോറിഡയ്ക്ക് ഒരു വണ്ടിയിൽ, ഒരു ഹാൻഡ സിവിക്കില് കുറച്ച് തുണിയൊക്കെ എടുത്ത് ഞങ്ങൾ ഫ്ലോറിഡയ്ക്ക് വന്നു. ഇവിടെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് ഓറിയന്റേഷന് വേണ്ടി പോയപ്പോഴാണ് എന്റെ ഹസ്ബൻഡും ഓൾ ഓഫ് എ സഡൻ എന്റെ ഹസ്ബൻഡിനും താൻ പഠിച്ച അതേ ആ ഒരു ഇതിൽ തന്നെ പൊസിഷൻ, അവിടെ ഒരു ജോലി ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ആയി. അങ്ങനെ അദ്ദേഹം അവിടെ അപ്ലൈ ചെയ്തു. പക്ഷെ വിളിച്ചതൊന്നുമില്ല. പക്ഷെ എന്നെ ഓറിയന്റേഷന് താൻ കൊണ്ടുപോയപ്പോൾ എന്റെ ചർച്ചിലെ ഒരു ആന്റിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഹോൾവേയിൽ നടന്നു പോകുമ്പോൾ എന്റെ ഹസ്ബൻഡ് അപ്ലൈ ചെയ്ത പൊസിഷനിലെ മാനേജർ ഞങ്ങളുടെ എതിരെ വന്നപ്പോൾ ഇങ്ങനെ ആന്റി ഇങ്ങനെ പ്രകാരം പറഞ്ഞു, എബി എന്നാണ് പേര്, ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഈ പൊസിഷനാണ് അപ്ലൈ ചെയ്തത്. അമേരിക്കയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തി ജീൻസും സ്നീക്കറും ഇട്ടുകൊണ്ട് അന്നേരം തന്നെ ഇന്റർവ്യൂ അപ്പിയർ ചെയ്യുന്നത്. ആ മാനേജർ ഇപ്രകാരം പറഞ്ഞു, എങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്തേക്കാന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് ഇന്റർവ്യൂ ചെയ്തു. ദൈവകൃപയാല് അദ്ദേഹത്തിന് ആ പൊസിഷൻ അവിടെ ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ ഹോസ്പിറ്റലിൽ അവിടെ ജോലിക്ക് കയറി. ഞങ്ങൾ അത്രയും നാള് കുഞ്ഞുങ്ങളില്ലായിരുന്ന വ്യക്തികൾ. ഞങ്ങൾ അവിടെ വന്ന് 1 മാസത്തിനകം ഞാൻ പ്രഗ്നന്റ് ആകുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഫ്ലോറിഡയിലാണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങൾ കാണാൻ തുടങ്ങിയത് ഫ്ലോറിഡയിൽ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങള് പോയവര് തിരിച്ചു വരണം. കാരണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കുവാൻ ആരും അവിടെ കാണത്തില്ല. തന്നെയല്ല, അത് ട്രൂ ആണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം 2 പേരും ഫുൾ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിടണം. അതിന് പ്രയാസമാണ്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ ആകുമ്പോൾ പേരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് മടങ്ങി വരണം. പക്ഷേ ദൈവശബ്ദത്തിന് കാതോർത്താണ് ഞങ്ങൾ കടന്നു വന്നത്. അപ്പോൾ ദൈവത്തിന് അറിയാം ഞങ്ങളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളവിടെ ജോലിക്ക് കയറി. ഞാൻ പ്രഗ്നന്റ് ആയി. ഒരു 2 മാസം ഞാൻ ഓറിയന്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത കാര്യം നടന്നത്, എന്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു അപ്സെറ്റ് ആക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? കാരണം എന്നെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നിട്ട് എന്റെ ഹസ്ബൻഡിന് അവിടെ ജോലി സ്റ്റേബിൾ ആക്കിയിട്ട് എന്റെ ജോലി നഷ്ടപ്പെടുത്തി. അത് ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പർപ്പസ് ആയിരുന്നു. പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായതെന്ന് പറഞ്ഞാല് 2 മാസം ജോലി അവിടുന്ന് പോയ ഉടനെ തന്നെ എനിക്ക് വേറൊരു സ്ഥാപനത്തില് അത്രയും സ്ട്രെയിൻ ഇല്ലാത്ത, ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, ആ സ്കെഡ്യൂളൊക്കെ വളരെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥാപനത്തിൽ ദൈവം എനിക്കൊരു ജോലി തന്നു. അതിന് ദൈവത്തിന് അത് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ 2 പേരും കൂടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പ്രയാസമായിരിക്കും, ഞങ്ങൾക്ക് സ്കെഡ്യൂളിന് പ്രയാസം വരും. അതുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കും, നിങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് പ്രയാസമായി, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കും. അതുകൊണ്ട് കർത്താവിന് അത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ദൈവം അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഞാന് എന്റെ ടൈം കഴിഞ്ഞ് എന്റെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം എന്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എനിക്ക് ജോലിക്ക് പോവാം.
അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡ് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകും. ഞങ്ങളുടെ സ്കെഡ്യൂള്, ഞങ്ങളുടെ ദൂരം, ജോലിയുടെ ദൂരം, ഇതെല്ലാം ദൈവം ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുവാനിടയായി തീർന്നു. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഞങ്ങൾ 1 വർഷത്തേക്ക് ഫ്ലോറിഡയിൽ വന്ന വ്യക്തികളാണ്. പക്ഷെ ഇപ്പോൾ 14 വർഷമായി എന്റെ കുഞ്ഞിന്, മൂത്ത മോന് 13 വയസ്സുണ്ട്. ഒഫീഷ്യലി അവനെ വീട്ടിൽ തനിയെ ഇരുത്താൻ പ്രായമായി. ഇളയ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മോന്റെ കൂടെ തന്നെ 13 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഇളയ കുഞ്ഞുങ്ങളെ ഇരുത്താം. അമേരിക്കയിൽ അങ്ങനെ ഒരു ലോ ആണ്. അങ്ങനെ ഇരുത്താൻ വരെ ഇപ്പം പ്രായമായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 13 വർഷവും ദൈവം ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിടാനോ അല്ലെങ്കിൽ വേറെടുത്ത് ആക്കാനോ ഒന്നും കർത്താവ് അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവമാണ് നമ്മളെ ഒരു സ്ഥലത്ത് ആക്കിയിരിക്കുന്നെങ്കിൽ, കർത്താവിന്റെ വാഴ്ത്തത്വത്തിന് നമ്മൾ ചെവി കൊടുക്കുമെങ്കിൽ ദൈവത്തിനറിയാം നമ്മളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആയിത്തീരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന, ദൈവ ശബ്ദത്തിന് നിങ്ങൾ വില കൊടുക്കണം. ദൈവ ശബ്ദത്തിന് നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ദൈവം ആ ഒരു രീതിയിൽ കർത്താവ് ഞങ്ങളെ 13 വർഷമാക്കി തരും. നിങ്ങൾക്കറിയാം, ഞാനൊരു നേഴ്സായിട്ട് ഇവിടെ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. 7:15 എനിക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങേണ്ടത്. എന്റെ ഹസ്ബൻഡിന് 7:30 തന്നെ ജോലിക്ക് പോകണം. അന്നേരം 7:15 എന്ന് പറയുമ്പോ ഈ നേഴ്സ് ആയിട്ടുള്ളൊരു വ്യക്തി എന്തെങ്കിലും ഒരു പേഷ്യൻസിന് അങ്ങനെ ഒരു പ്രയാസം വന്നാൽ നമ്മൾ അവിടെ 9 മണി വരെ സ്റ്റക്കായി പോയി. ഞാൻ പ്രേക്ഷകരോട് പറയട്ടെ, പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ 13 വർഷം 7 മണിക്കോ അല്ലെ 7:05 എനിക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. ഇത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് പോലും ലേറ്റ് ആകാതെ 7:30 ഞാൻ വീട്ടിൽ വരും. കുഞ്ഞുങ്ങളെ എന്റെ കയ്യിലാക്കിയിട്ട് എന്റെ ഹസ്ബൻഡ് അന്നേരം ജോലിക്ക് പോകും. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോകുന്നത് 6:20 6:20 എന്റെ ഹസ്ബൻഡ് 6:15 6:20 വീട്ടിൽ വരും. അപ്പൊ തന്നെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഞാൻ ജോലിക്ക് പോകും. ഇങ്ങനെയായിരുന്നു ഇത്രയും വർഷം കർത്താവ് ഞങ്ങളെ നടത്തിയത്. ഇപ്പൊ ഒഫീഷ്യലി എന്റെ മോന് 13 വയസ്സായി. ഞങ്ങൾക്ക് ആ ഒരു കടമ്പ കടക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാനം മഹത്വവും ഞാൻ എന്റെ കർത്താവിന് കൊടുക്കുകയാണ്. ഞാൻ എന്റെ ആ ജോലിയുടെ കാര്യങ്ങളാണെങ്കിൽ തന്നെയും, 2ാമത്തെ മോന്റെ പ്രായമായപ്പോ ദൈവനോട് പറഞ്ഞു, അടുത്ത ഒരു പൊസിഷൻ, അടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് നിനക്ക് ജോലിക്ക് പോകാനുള്ള സമയമായിരുന്നു. കാരണം അന്നേരം കുറച്ച് സാലറിയും കൂടെ, ജീവിതത്തിൽ വളരെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കർത്താവ് നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ മോനുണ്ടായപ്പോൾ അത്രയും ഒരു ജീവിത സാഹചര്യങ്ങളും നിലവാരങ്ങളും മതിയായിരുന്നു. ദൈവം പറഞ്ഞു, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ മതി. 2ാമത്തെ 2 കുഞ്ഞുങ്ങളായപ്പോൾ ദൈവം പറഞ്ഞു, ഇച്ചിരും കൂടെ ജീവിത സാഹചര്യങ്ങൾ വേണം. അതുകൊണ്ട് അടുത്തൊരു സ്ഥാപനത്തിലേക്ക് ജോലി കർത്താവ് എനിക്ക് തന്നു. വളരെ സേഫായിട്ട് നന്നായിട്ട് സാലറിയോടുകൂടെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് എനിക്ക് അവിടെ ജോലി ലഭിക്കുവാനിടയായി തീർന്നു. എന്നാൽ 2023 2022 അവസാന സമയം ഡിസംബർ മാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. ഇതിന്റെ ജോലി മാറാൻ സമയമായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു, എന്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞാല് ഇപ്പൊ വളരെ നന്നായിട്ട് സേഫായിട്ട് കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എങ്ങും കുഞ്ഞുങ്ങളെ ആക്കണ്ട, ഡേ കെയറിലാക്കണ്ട, എവിടെയും ആക്കണ്ട, എല്ലാ സ്കെഡ്യൂൾ വൈസ്, സാലറി അല്പം കുറവാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും വളരെ സേഫായിട്ട് നമ്മൾ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഫെഡറൽ ഗവൺമെന്റിന്റെ ജോലിക്ക് അപ്ലൈ ചെയ്യണം. VA ഹോസ്പിറ്റൽ, വെറ്ററൻസ് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യണം. ഞാനത് ഭയങ്കര അതിശയിച്ചു പോയി. കാരണം ദൈവാത്മാവ് എന്താണ് എന്നോട് അങ്ങനെ ഇടപെടുന്നത്? എന്റെ സ്വപ്നത്തിൽ പോലും വെറ്ററൻസ് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. ഞാനിപ്പം കറന്റലി പോകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ റിട്ടയർമെന്റ് എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ഇരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവിന് ഞാൻ വില കൊടുത്ത് ശബ്ദത്തിന് അനുസരിച്ചത് കൊണ്ട് എന്റെ ചർച്ചിൽ ഒരു ആന്റി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യാൻ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു വെറ്ററൻസ് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യണം. അന്നേരം ആന്റി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, റെസ്യൂമെ
എനിക്ക് ഞാൻ അവിടെ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ റെസ്യൂമെ കൊടുത്ത് എനിക്ക് ഗവൺമെന്റിന്റെ കാര്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. വളരെ അതിശയകരമായി അത്ഭുതകരമായിട്ട് ഇല്ലാത്ത പൊസിഷൻ ഉണ്ടായി വരുന്നത് പോലെ എന്നെ അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചു. വളരെ അതിശയകരമായിട്ട് ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതകളെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. കാരണം VA ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുവാണെങ്കിൽ അവരുടെ സ്കെഡ്യൂൾ ഡിഫറെന്റ് ആണ്. കാരണം അവിടെ നമ്മൾ 7:30 ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മണി വരെ നമ്മൾ രാവിലെ ജോലി ചെയ്യണം. അന്നേരം ഞങ്ങളുടെ സ്കെഡ്യൂൾ എല്ലാം താളം തെറ്റും. കാരണം രാവിലെ കുഞ്ഞുങ്ങൾക്ക് 8:30 ക്ലാസ് തുടങ്ങുന്നത്. എൻ്റെ ഹസ്ബൻഡിന് 7:30 ജോലിക്ക് പോകണം. അന്നേരം ഞങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാനാണ്? കാരണം ഞാനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ ചിന്ത ന്യൂയോർക്കിൽ നിന്ന് പേരൻസിനെ ഇവിടെ കൊണ്ടുവരാം. അപ്പോഴത്തേന് അവരിവിടെ ആകുമ്പോഴത്തേന് അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ചിന്ത. അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞു ഞാൻ VA പോവാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മാനുഷ്യമായി ചിന്തിച്ച് ഈ രീതിയിലായിരിക്കും കർത്താവ് പറഞ്ഞത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പേരൻസ് വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷെ എൻ്റെ മദറിന് കുറച്ച് സിക്ക് ആയതുകൊണ്ട് ഞങ്ങൾ എന്തെല്ലാം വിചാരിച്ചിട്ടും ഇവിടെ അവരെ കൊണ്ടുവരാൻ നോക്കിയിട്ട് മെഡിക്കെയർ അതൊന്നും അപ്രൂവ് ആകത്തില്ല. കാരണം ന്യൂയോർക്കിലെ പോലുള്ള ബെനഫിറ്റ്സും കാര്യങ്ങളും ഒന്നും ഈ ഫ്ലോറിഡയിൽ അങ്ങനെ മെഡിക്കൽ വൈസ് ഇൻഷുറൻസ് വൈസ് കുറച്ച് പുറകോട്ടാണ്. പക്ഷെ ന്യൂയോർക്കിൽ നല്ല ഇൻഷുറൻസിൽ അവർക്ക് കിട്ടും. അതുകൊണ്ട് ആ ഒരു ബെനഫിറ്റ്സ് ഇവിടെ കിട്ടാത്തത് കൊണ്ട് എത്ര കാർ നോക്കിയിട്ടും അവരെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നു. അന്നേരം ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു, മറ്റുള്ളവരൊക്കെ അന്നേരം ചിന്തിച്ചു, ഹാൻസിയുടെ VA സ്വപ്നം നഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചു ഇനി നടക്കത്തില്ലായിരിക്കും എന്നുള്ള ചിന്ത വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ ഒരു വാക്ക പറഞ്ഞു, നീ ധൈര്യമായിരിക്കാം. ഈ ഒരു വാക്കാണ് ദൈവാത്മാവിനോട് സംസാരിച്ചത്, നീ ധൈര്യമായിരിക്കാം. ഞാൻ ഈ ദൈവശബ്ദം അനുസരിച്ച് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ദൈവാത്മാവിനോട് പറയുന്നു നീ ധൈര്യമായിരിക്കാൻ പറയാൻ. അങ്ങനെ ഞങ്ങളത് പ്രൊസീഡ് ചെയ്തു. ഇതിന് കുറെ 6-7 മാസം എടുക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട്. അങ്ങനെ 2023 ഓഗസ്റ്റ് മാസമായപ്പോ എനിക്ക് അവിടെ കയറാനുള്ള ഡേറ്റ് ഒക്കെ വന്നു. ഡേറ്റ് വന്നപ്പോ എന്റെ പേരൻസ് റിട്ടയർഡ് ആയതുകൊണ്ട് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നു. അടുത്ത ഒരു 6 മാസത്തേക്ക് സേഫ് ആണ്. കാരണം കുഞ്ഞുങ്ങളെ നോക്കാൻ ആളുണ്ട്. പേരൻസിന് അവർ കുഞ്ഞുങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 6 മാസത്തേക്ക് വരെ സേഫ് ആണ്. അങ്ങനെ അവരിവിടെ വന്നു. 6 മാസം ആകാറായി. ഇനി അടുത്തത് എന്താണ്? കാരണം ഇനി എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കും, ആര് കൊണ്ടുപോകും? എന്നാല് ആ സമയം ഇവര് പോകുന്നതിന് ഒരു 2-3 ആഴ്ച മുന്നേ പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു കാര്യം സൂപ്പർവൈസറോട് ചോദിക്കാമോ, കുഞ്ഞുങ്ങളെ വിട്ടിട്ട് 9 മണിക്ക് ജോലിക്ക് വന്നാൽ മതിയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് പ്രയാസമുള്ള കാരണം ഓൾറെഡി തനിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അവര് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ കൂടെ ഇതും കൂടെ ചോദിച്ചാൽ അവര് മരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് ചോദിക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. കാരണം ദൈവാത്മാവ് എന്നോട് ഇടപെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അന്നേരം ചോദിക്കുന്നതിന് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഓക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതകരമായി സൂപ്പർവൈസറോട് ചോദിച്ചപ്പോ തന്നെ സൂപ്പർവൈസർ റൂമിൽ കയറ്റിയിട്ട് ഡോർ അടച്ചിട്ട് പ്രകാരം പറഞ്ഞു, എബി നീ പറയുന്ന കാര്യം ഞങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. നിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നീ 9 മണിക്ക് തന്നെ ജോലിക്ക് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് വന്നാൽ മതിയെന്ന് അവരിപ്രകാരം പറയുവാനിടയായി തീർന്നു. എനിക്ക് എങ്ങനെ ദൈവത്തോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ട് നമ്മൾ അതിന് സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ ദൈവത്തിന് അറിയാം അതെങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്ന്. അതുകൊണ്ട് എൻ്റെ പേരൻസ് പോകുന്നതിന് മുന്നേ തന്നെ ദൈവം ആ കാര്യങ്ങളെ ക്രമീകരിച്ചു തരുവാൻ കർത്താവ് ഇടയാക്കി. അതിലും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു അടുത്തുള്ള ഡോക്ടേഴ്സ് ഓഫീസിലായിരുന്നു അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
എന്നാൽ എൻ്റെ പേരൻസ് പോകുന്നതിന് ഒരാഴ്ച മുന്നേ സൂപ്പർവൈസർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എബി, നിന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ഡോക്ടേഴ്സ് ഓഫീസില് നിനക്ക് ജോലി അപ്പോയിന്റ്മെന്റ് ചെയ്തതായിട്ട് പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് വളരെ ദൂരം പോകാതെ തന്നെ 9 മണിക്ക് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ 8:30 സ്കൂളിൽ വിട്ടിട്ട് 15 മിനിറ്റ് കൊണ്ട് തന്റെ ജോലി സ്ഥാപനത്തിൽ എത്താൻ പറ്റുന്ന രീതിയിൽ ദൈവം ദൂരം, സ്കെഡ്യൂള് ഇതെല്ലാം ക്രമീകരിച്ച് തരുവാനിടയായി തീർന്നു. എല്ലാം കർത്താവിന്റെ നാമം മഹത്വത്തിനായി തീരട്ടെ. അതുകൊണ്ട് എനിക്ക് വളരെ സേഫായിട്ട്, വളരെ സന്തോഷമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആരുമില്ല, എല്ലാവരും പോയി, സ്കൂളിൽ പോയി, ജോലിക്ക് പോയി. ഞാനിവിടെ ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ പേരൻസ് പോകുന്നതിന് മുന്നേ തന്നെ ദൈവം ക്രമീകരിച്ച് തരുവാനിടയായി തീർന്നു. ഇപ്പോൾ 3-ാമത്തെ വർഷമാണ്. ഇതുവരെയും കർത്താവ് നടത്തുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ടാണ് ആമേൻ ജോലിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് 2019 ആയപ്പോ എനിക്ക് മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ, ഈ 2019 ആയപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രത്യേകമായ ഒരു റെവലേഷൻ തരുവാനിടയായി തീർന്നു. കാരണം ഞാൻ എല്ലാ വർഷവും ഞാനിങ്ങനെ ചിന്തിക്കും, ബൈബിള് ഫുള്ളി വായിച്ചു തീർക്കണമെന്ന് ചിന്തിക്കും. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും, അത് നടക്കാൻ പോകുന്നില്ല, കാരണം ഇത്ര പ്രാവശ്യം നീ പറഞ്ഞതാണ്, അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിത ബദ്ധപാടുകള്, ബിസി ടൈം, സ്കെഡ്യൂള്, ആ ടൈമൊക്കെ നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പക്ഷെ നടന്നിട്ടില്ല. എനിവേ 2019 ആയപ്പോ ദൈവാത്മാവിന് പ്രത്യേകമായ ഒരു റെവലേഷൻ തന്നു, ബൈബിള് മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. ഞാൻ അങ്ങനെ വായിച്ചു തുടങ്ങി. ആ സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നു. ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഈ വചനങ്ങൾ വായിക്കുമ്പോഴെല്ലാം തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ പതിയുവാണ്. ഒരു അധ്യായങ്ങൾ തന്നെ, അല്ല ഒരു പാരഗ്രാഫ് തന്നെ ഞാനിങ്ങനെ അല്ല ഇങ്ങനെ പറയുക. അതുപോലെ വായിച്ച ഉടനെ എൻ്റെ മനസ്സിൽ അതങ്ങ് പതിയാണ്, കാണാതെ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിൽ കൂടെ ദൈവം എന്നെ കടത്തിവിട്ടു. അങ്ങനെ 2020 മാർച്ച് മാസം കോവിഡ് വളരെ ശക്തമായിരിക്കുന്ന സമയം. ആ സമയത്ത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇത് വായിക്കാൻ മോൻ കുഞ്ഞാണ് എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ന്യായാധിപന്മാരുടെ പുസ്തകം ഞാൻ വായിക്കാൻ ഇരുന്നപ്പോഴാ എന്നെ ദൈവം പെട്ടെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് കൊണ്ടുപോയിട്ട് 10-ാം അധ്യായത്തിലോട്ടാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. 10-ാം അധ്യായം വായിച്ചപ്പോ ഇപ്രകാരം ഇങ്ങനെ പറയാണ്, 10-ന്റെ 23-ാം വാക്യം. എന്നാൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവ്വഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട ഒരു സംഹാരം വരുത്തും. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ, മിസ്രൈമ്യർ ചെയ്തതുപോലെ അശ്ശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇങ്ങനൊരു വചനം ദൈവാത്മാവ് എനിക്ക് തരുവാനിടയായി തീർന്നു. മിസ്രൈമിനെ പോലെ നിന്നെ അശ്ശൂർ വടികൊണ്ട് നിന്നെ ഓങ്ങിയാലും നീ അവനെ ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്ക് ദൈവാത്മാവ് എനിക്ക് തരുവാനിടയായി തീർന്നു. ഞാൻ സർവ്വഭൂമിയിൽ നിർണയിക്കപ്പെട്ട ഒരു സംഹാരം വരും. ആ സമയത്ത് അത് തന്നെയാണ് നടന്നു പൊക്കോണ്ടിരിക്കുന്നത്. ആൾക്കാരെല്ലാം മരിക്കുന്നു. ന്യൂയോർക്കിൽ എല്ലായിടത്തും എവിടൊക്കെ നോക്കിയാലും മരണം മാത്രം ലോകത്ത്. അത് മാത്രമാണ്. ആ സമയത്താണ് ദൈവാത്മാവ് എന്നോട് ഈ വചനത്തിൽ കൂടെ കർത്താവിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇത് കണ്ട ഉടനെ ഞാൻ ഹസ്ബൻഡിന് മെസ്സേജ് ഇട്ടിട്ട് പ്രകാരം പറഞ്ഞു, ഞാൻ ഈ വാക്യം കൂടെ എഴുതിയിട്ടിട്ട് പറഞ്ഞു, അച്ഛാ, നമുക്ക് കോവിഡ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മിസ്രൈമിന്റെ വിധത്തിൽ ഞാൻ എന്നെ വടികൊണ്ട് ഓങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോവിഡ് വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ദൈവം അടുത്തത് പറഞ്ഞിട്ടുണ്ട്, നീ അവനെ ഭയപ്പെടേണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ മരിക്കത്തില്ല
എന്ന് ഞാൻ ഇപ്രകാരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനെ അതിനെ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവരാണ്. ഞാൻ നേഴ്സാണ്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. വളരെ സ്കേറി ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കുവാനായിട്ട്. ഞാൻ പറയട്ടെ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ കോവിഡിന്റെ അത്രയും വർഷം ഞങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കാനിടയായത് ഈ ഒരു വചനം കർത്താവ് എനിക്ക് തന്നത് കൊണ്ട് മാത്രമാണ്. പലപ്പോഴും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഭീതിപ്പെടുത്തുന്ന കണ്ണു മുമ്പിൽ തന്നെ പേഷ്യൻസ് മരിക്കുന്ന അനുഭവങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും ധൈര്യത്തോടെ നിൽക്കാൻ പറ്റിയത് ദൈവത്തിന്റെ ഈ വചനമാണ്. ദൈവം എനിക്ക് തന്ന വാഗ്ദത്ത വചനമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഏത് സിറ്റുവേഷനിലാണെങ്കിലും കർത്താവിന്റെ വചനത്തെ നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാനിടയായി. ദൈവവചനത്തെ നമ്മൾ ആശ്രയിക്കണം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്, ദൈവത്തിന്റെ വചനങ്ങളാണ്. കർത്താവിന്റെ വചനത്തെ നമ്മൾ ആശ്രയിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി. ആ സമയത്ത് ധൈര്യത്തോടെ നിൽക്കാൻ കർത്താവിനെ സഹായിച്ചു. അങ്ങനെ നമ്മള് ഇത് കഴിഞ്ഞു. ഈ സമയത്താണ് എന്റെ പേരൻസ് 2022 അമേരിക്കയിലേക്ക് കടന്നു വന്നത്. ഞങ്ങൾ ഈ ഫ്ലോറിഡയിൽ കടന്നു വന്നത് ഒരു നല്ല ഒരു ചർച്ചിലോട്ടാണ് കടന്നത്. കാരണം വളരെ ചുരുക്കം ഒരു മെമ്പേഴ്സ് മാത്രമേ ഈ ചർച്ചിലുണ്ടെങ്കിലും ഞങ്ങളുടെ ദേവദാസ് എന്ന് പറഞ്ഞാല് ആത്മാവിൽ ആരാധിക്കാനായി വളരെ താല്പര്യവും അതിനുവേണ്ടി ആൾക്കാരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദേവദാസനാണ് ഞങ്ങൾക്കുള്ളത്. ചിലപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടോന്ന് തന്നെ തോന്നുന്നു. കാരണം അതുപോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പം ഭയങ്കരമായ തീ കത്തുന്ന ആരാധന കണ്ടോണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞാനന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ സമയത്ത് 2 വർഷം ന്യൂയോർക്കിലായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു ഇംഗ്ലീഷ് ചർച്ചിലാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. അന്നേരം ആ ഒരു പഠനകാലത്തുണ്ടായിരുന്ന ആത്മീയമായിട്ടുള്ള തീക്ഷ്ണതയും ആരാധനയൊന്നും ആ സമയത്ത് എല്ലാം ചോർന്നു പോയ ഒരു സമയമായിരുന്നു. അന്നേരം അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നതൊന്നും എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടില്ല. അന്നേരം ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ നിന്ന് അവരും ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ്. ഞങ്ങളുടെ മമ്മിയുടെ ബ്രദറിന്റെ തന്നെ പാസ്റ്റർ ജോസഫിന്റെ ചർച്ചിലാണ് അവർ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അതുകൊണ്ട് കുറെ നാളായി അവരും അങ്ങനെയുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഒരു മലയാളം ചർച്ചിലോട്ട് വന്നപ്പം ഒരു എൻറ്റയർലി ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ, ഭയങ്കരമായിട്ട് ആത്മാവിനെ ആരാധിക്കുന്ന ഒരു ചർച്ച്. എനിക്ക് അന്നേരം ആ സമയത്ത് ഒരു ഭയങ്കരമായ ഒരു മനസ്സിനൊരിത് തോന്നി. എന്റെ ഹസ്ബൻഡ് ഇതുവരെ ഞാൻ അങ്ങനെ ആത്മാവിൽ ആരാധിക്കുന്നതെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു നാണക്കേട് പോലൊക്കെ ആയിരുന്നു. ആ സമയത്ത് എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ രീതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഒന്നും ചെയ്യാതെ നിന്നു. ആ സമയത്താണെങ്കിൽ അവസാനം ദേവദാസൻ മെസ്സേജ് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരെയും ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് എല്ലാവരും പാട്ട് പാടി ആത്മാവിൽ ആരാധിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് പുറകോട്ടങ്ങ് പോവായിരുന്നു. പുറകോട്ട് ബാത്റൂമിലൊക്കെ അങ്ങ് പോകും. ബാത്റൂമിലൊക്കെ പോയിട്ട് ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയൊക്കെയുള്ള അങ്ങനെ ഒരു സ്വഭാവം ആ സമയത്ത് എനിക്ക് പിന്നെയും വന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അവസാനമൊക്കെ ആയിട്ടെത്തി വരത്തുള്ളൂ. പക്ഷെ ഒരു ദിവസം ഒരു സൺഡേയില് എല്ലാവരും ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ഇത് സെയിം പരിപാടി ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും ആരാധന തീരുന്നില്ല. ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, അവസാനം വന്ന് ഫ്രണ്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നും ഞാൻ പെട്ടെന്ന് കൈ അടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ശക്തമായി ദൈവത്തേക്ക് കടന്നു വരുവാനിടയായിട്ട് പിന്നെ നോക്കുന്നത് ഞാൻ ജമ്പ് ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നതാണ്. എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. കാരണം എല്ലാവരും അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആൻസിയിൽ നിന്ന് ഞങ്ങൾ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ദേവദാസനും എല്ലാവരും കടന്നു വന്ന് അവർക്ക് എല്ലാവർക്കും വളരെ സർപ്രൈസ് ആയി പോയി. പക്ഷേ ദൈവത്തിന് ഒരുവനെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഒളിച്ച് കഴിഞ്ഞാലും ദൈവം തക്ക സമയമാവുമ്പോൾ നമ്മളെ പുറത്തെടുക്കാൻ കർത്താവിന് ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് ഒരിക്കലും ഒളിക്കാൻ പറ്റത്തില്ല. പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ സമയത്ത് കൃത്യസമയമായപ്പോൾ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ അതിശക്തമായി നിറയ്ക്കുവാനിടയിൽ അന്ന് മുതൽ ഒരു വേറൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ പണ്ട് കാലത്ത് എത്ര ഷൈ ആയിട്ടിരുന്നോ, എന്നാൽ ഈ സമയത്ത് എനിക്ക് ആത്മാവിൽ ആരാധിച്ചില്ലെങ്കിൽ ആരാധിച്ചില്ലേലും ഞാൻ ആത്മാവിൽ ആരാധിക്കും. ആര് കൈയടിച്ചില്ലേലും ഞാൻ കൈയടിക്കും. എത്ര ഉറക്കെ ആരാധിക്കാനും അതുപോലെ പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ വളരെ മുൻപ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് കാലത്ത് എത്ര ഞാൻ പെതുക്കെ ഇരുന്നോ, ശബ്ദം ഉയർത്താതിരുന്നോ എന്നാൽ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് വളരെ ശബ്ദത്തോടെ കൂടെ ഭാഷയിൽ ആത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ദൈവം വേറൊരു അനുഭവത്തിൽ കൂടെ കർത്താവ് ഞങ്ങളെ കടത്തിവിട്ടു. ആ സമയത്തൊക്കെയും ദേവദാസന്മാര് ആര് വന്നാലും, ഏത് ദേവദാസന്മാര് വന്നാലും ഞങ്ങളോട് ദൂത് പറയും, നിങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളതാണ്, നിങ്ങളെ കർത്താവ് ജോലിയോടൊപ്പം തന്നെ നിങ്ങളെ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് എല്ലാവരും തന്നെ ഹസ്ബൻഡിനോടും പറയും, എന്നോടും പറയും ദൈവം. പക്ഷെ ദൈവം ആ സമയത്തൊന്നും അങ്ങനെ ഒരു ഇത് തന്നിട്ടില്ല. കാരണം വളരെ ബിസിയാണ്, കുഞ്ഞുങ്ങളുണ്ട്, ഹെൽപ്പിന് ആരുമില്ല. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു ആരാധന മുടക്കിയോ ഒരു പ്രാർത്ഥന മുടക്കിയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. എത്ര ബിസി ആണെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങള് ഈ ചർച്ചിൽ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും എല്ലാത്തിനും പോകുമായിരുന്നു. കോവിഡിന്റെ സമയത്ത് പോലും ചർച്ച് 2 ആഴ്ച അടഞ്ഞു കിടന്നു. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ചർച്ചിൽ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തെ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവാലോചനകളെല്ലാം ഞങ്ങളോട് പറയും. പക്ഷെ 2022 ഒരു ദേവദാസൻ, ഞങ്ങൾ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേവദാസനും അവിടെ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഫ്രണ്ടിലിരുന്നപ്പോ ഈ ദേവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഇങ്ങനെ ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, ഇവരെ രണ്ടുപേരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളവരാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അതുവരെ ദൈവാത്മാവ് ഇടപെട്ടിട്ടില്ലാത്ത കാര്യം, ദൂതുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് ദൂത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന്. അങ്ങനെ ഞാന് എൻ്റെ ആ മെസ്സേജിന്റെ അവസാന സമയത്ത് എന്റെ ഹസ്ബൻഡിനോട് പോലും ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ചർച്ചിൽ എഴുന്നേറ്റ് നിന്നു. ഞാൻ ദേവദാസിനോട് പെർമിഷൻ ചോദിച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നാളുകളായി കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചന, പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന്. അത് നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡും അത് എഴുന്നേറ്റ് താനും ദൈവസന്നിധി സമർപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്ന് ദേവദാസന്മാര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രധാന വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ അന്ന് സമർപ്പിക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പിറ്റേ ദിവസം മുതൽ എൻ്റെ കുഞ്ഞിന് 2 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ എപ്പോഴും എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഞങ്ങൾ വൈകിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് 2 മണിയാകുമ്പോൾ എൻ്റെ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ സമയങ്ങളിൽ എല്ലാം 2 മണിയാകുമ്പോൾ എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും. അത് വളരെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ടേണിംഗ് പോയിന്റിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഒരു പുതിയ തുടക്കത്തിന് മുന്നേ കർത്താവ് എന്നെ ഒരുക്കിയെടുക്കുന്നതായിരുന്നു ആ സമയങ്ങൾ. ആ വചനം മുഴുവൻ 1 വർഷം കൊണ്ട് ഞാൻ വായിച്ചു തീർക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന കർത്താവ് എനിക്ക് തുടങ്ങുവാനുള്ള അവസരങ്ങൾ ഒരുക്കി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഈ കുഞ്ഞിന് 3 പ്രായമാകുമ്പോൾ പിന്നെ സ്കൂളിൽ ചേർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കുറെയൊക്കെ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് 3 വയസ്സിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫീസ് കൊടുക്കണം. ഒരു പെർ വീക്ക് തന്നെ $300 കൊടുക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നേരം
അത് പക്ഷെ ഞാൻ ദൈവസന്നിധി എന്റെ ആഗ്രഹം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ എനിക്കൊരു കോള് എന്റെ കിച്ചണിൽ ഞാൻ എന്റെ മൊബൈലിൽ ചാർജ് ചെയ്തോണ്ട് ഒരിക്കലൊരു കോള് വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. ഞാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: നിന്റെ കുഞ്ഞിനെ 3 വയസ്സിൽ സ്കൂളിൽ ചേർക്കണോന്ന്. ഇങ്ങനെ എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മറു സൈഡിൽ നിന്ന്. അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം കർത്താവിനോട് ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ദൈവസന്നിധി ഇപ്പോഴും പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ 3 വയസ്സിൽ സ്കൂളിൽ ചേർക്കാമെങ്കിൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുറെ കൂടെ ഞാൻ അത് പ്രവർത്തിച്ചോളാം, ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ദൈവസന്നിധി പറഞ്ഞ ഉടനെ എനിക്ക് കോള് വന്നിട്ട് ക്വസ്റ്റ്യൻ ആണ്: നിന്റെ കുഞ്ഞിനെ 3 വയസ്സിൽ സ്കൂളിൽ ചേർക്കണമോ? ഞങ്ങളൊരു ഏർലി കോയലീഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വയസ്സിന് ആകുമ്പോൾ പിള്ളേരെ സ്കൂളിൽ ചേർക്കും. പക്ഷെ അത് ഭയങ്കര പ്രൊസീജിയറാണ്. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. 10 വെരി ഫ്യൂ സ്റ്റുഡൻസിനെ മാത്രമേ അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൂ. 10. പക്ഷെ ഈ സമയത്താണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങള് മാസങ്ങൾക്ക് മുമ്പേ അപ്ലൈ ചെയ്തവര് എന്നെ ആ സമയത്ത് വിളിച്ചു. അങ്ങനെ ഒരു വർഷത്തെ പ്രൊസീജിയറാണ്. ഞങ്ങൾ അത് തുടങ്ങി. പക്ഷെ അത്ഭുതകരമായിട്ട് എന്റെ കുഞ്ഞിന് 3 വയസ്സ് ആയപ്പോ മോന് മാർച്ച് 22 അവന് 3 വയസ്സായി. ആ ദിവസമായിരുന്നു അവന്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂള്. ആ ദിവസം തന്നെ എന്റെ കുഞ്ഞിനെ ആ സ്കൂളിൽ ചേർക്കാനുള്ള സാഹചര്യം കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. നമ്മുടെ എന്തെങ്കിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഓരോ ശബ്ദങ്ങളും ആഗ്രഹങ്ങളും കേട്ടോണ്ടിരിക്കുന്നതാണ്. കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ബാക്കി കാര്യമെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. ആ ഒരു ഇൻസിഡന്റും ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 3 വയസ്സായപ്പോ കുഞ്ഞിനെ ചേർത്ത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം പാസ്റ്റർ ജി സാമുവലിന്റെ സൂസൻ ആന്റി എന്നെ വിളിക്കുകയാണ്. എന്റെ ഒരു ആന്റി ത്രൂ ആണ്. ആന്റിക്ക് നമ്പർ കിട്ടി. എന്നോട് പറഞ്ഞു, മോളെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ലൈനിൽ കയറി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നോട് പറഞ്ഞു, മോള് പ്രയർ ലീഡ് ചെയ്യണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് അങ്ങനെ ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. അത് സാരമില്ല, മോള് പ്രാർത്ഥന അങ്ങ് ലീഡ് ചെയ്താൽ മതി, വിവിധ വിഷയങ്ങളൊക്കെ പറയുക, പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം കർത്താവ് കാര്യങ്ങളെ ക്രമീകരിച്ച് തരുവാണ്. നമ്മുടെ മിനിസ്ട്രിക്കുള്ള സ്റ്റെപ്പുകളെ ദൈവം ഒരുക്കി തരികയാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ, കർത്താവിനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 3 വയസ്സായപ്പോ മിനിസ്ട്രിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. 3 വയസ്സായപ്പം തന്നെ ദൈവം എന്റെ കുഞ്ഞിനെ സ്കൂളിലാക്കി. ഇനി ഞാൻ നോ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ദൈവസ്ഥ ഞാൻ ആന്റിയോട് യെസ് പറഞ്ഞു. അങ്ങനെ എല്ലാ ഫ്രൈഡേയിലും ഞാൻ അവിടെ അവിടെ പ്രയർ ലൈനില് പാട്ട് പാടുകയും അതുപോലെ തന്നെ പ്രയർ ലീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നാൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ എന്റെ ഒരു സ്വഭാവം ചെറുപ്പനാളിലുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പാട്ട് പാടിയിട്ട്, എന്റെ സിസ്റ്റർ ഭയങ്കര സിംഗറായിരുന്നപ്പോ പക്ഷെ എന്റെ ചിന്ത എനിക്ക് പാടാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനെല്ലാം മാറി നിൽക്കും. ഞാൻ പാട്ടെന്ന് പറയുന്നത് ഞാൻ പാടിയിട്ടില്ല. ഞാൻ നേഴ്സിംഗിന് പഠിക്കുമ്പോൾ ബാലൻസ്വാടി എക്സി ചർച്ചിൽ ഒരു ദിവസം PIP-യില് അവരെല്ലാരും കൂടെ നിർബന്ധിച്ച് ഞാനൊരു പാട്ട് പാടിപ്പിച്ചു. അങ്ങനെ എനിക്ക് ഒരു കാർഡൊക്കെ, അവരൊരു അപ്രിസിയേഷൻ കാർഡൊക്കെ തന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊക്കെ പിന്നെ ഉണ്ടല്ലോ, അവരൊക്കെ എൻകറേജ് ചെയ്ത് പാടാനൊക്കെ തുടങ്ങിയെങ്കിലും ഈ ചർച്ചയിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും പാട്ട് പാടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡിന്റെ ടൈമിലായിട്ട് ഞങ്ങളുടെ പാസ്റ്റർ ആന്റി ഞങ്ങളോട് എല്ലാരോടും പറഞ്ഞു, പ്രയർ ലൈനിൽ കൂടെ പാട്ട് ആരെങ്കിലും പാടണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ പാട്ട് പാടത്തില്ല, ഞാൻ ചെണ്ട കൊട്ടിക്കോളാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അല്ല ആൻസി പാട്ട് പാടണം. അന്നേരം വേറൊരു ആന്റി പറഞ്ഞു, ആന്റി ഞാൻ പാട്ട് പാടാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാ പിന്നെ ആ ആന്റിക്ക് പാട്ട് പാടാമെങ്കിൽ പിന്നെ ഞാനും പാട്ട് പാടാന്നുള്ള രീതിയിൽ ഞാൻ എഗ്രി ചെയ്തു. അങ്ങനെ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. പക്ഷേ എന്റെ ഒരു പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയായിരുന്നു,
ഇനി എനിക്കൊരു അടുത്തൊരു ഇത് തരുവാണ്, ദൈവം എനിക്കൊരു കഴിവ് തരണമെന്ന് എനിക്ക് കർത്താവിന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊരു വർഷിപ്പ് ലീഡർ ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള കഴിവൊന്നും അങ്ങനൊന്നും ഇല്ലാത്തുള്ള ഒരു ഇതായതുകൊണ്ട്, ആ ഒരു ചിന്തയൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മുൻകൈ എടുക്കത്തില്ല. പക്ഷെ എനിക്ക് പാട്ട് പാടാനും വർഷിപ്പ് ലീഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷെ ആ സമയത്താണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നത്. അങ്ങനെ ഞാൻ ചർച്ചിൽ പാടാൻ തുടങ്ങി. ആ സമയത്താണ് അറ്റ്ലാന്റ പ്രയർ ലൈനിലെ സൂസൻ ആന്റി പറഞ്ഞു, മോൾ ഇനി പ്രയർ ലീഡ് ചെയ്യുമ്പോ പാട്ട് പാടി പാട്ട് പാടി കഴിഞ്ഞിട്ട് പ്രയർ ലീഡ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ ആന്റി, ഞാനത് പാട്ടൊന്നും പാടത്തില്ല. അല്ല, മോള് പാട്ട് പാടണം, പാട്ട് പാടി പ്രയർ ലീഡ് ചെയ്യണം. അങ്ങനെ ഞാന് പാട്ട് പാടാൻ തുടങ്ങി. പ്രിയ ദേവദാസിനോട് പറയട്ടെ, എന്റെ ആഗ്രഹം പോലെ തന്നെ ആ കോവിഡ് ടൈമില് ഇപ്പോഴത്തേക്ക് സൂം മീറ്റിംഗ് ഒക്കെ വന്നു. ഞാനാണെങ്കിൽ പിയാനോയിൽ കണക്ട് ചെയ്ത് സൗണ്ട് സിസ്റ്റം ഒക്കെ ഇത് ചെയ്തിട്ട് പിയാനോ കണക്ട് ചെയ്ത്, എനിക്ക് പിയാനോ ഒന്നും വായിക്കാൻ അറിയത്തില്ല, പക്ഷെ റിതം ഒക്കെ ഇട്ട് ഞാൻ പാടാൻ തുടങ്ങി. ഇന്ന് അനേക സ്ഥലങ്ങളിൽ വർഷിപ്പ് ലീഡ് ചെയ്യാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. പക്ഷെ ഞാൻ അങ്ങനെ സിംഗറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിയാനിസ്റ്റോ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ തന്നെ അനേക സ്ഥലങ്ങളിൽ PC നാക്കിന്റെ സ്റ്റേജില് പാടാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. PC നാക്കിന് 2023 ഫ്ലോറിഡയിലെ കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ സിസ്റ്റേഴ്സിന്റെ മീറ്റിങ്ങിലൊക്കെ അവിടെ കയറി പാടാന്, അനേക സൂം മീറ്റിങ്ങുകളിൽ വർഷിപ്പ് ലീഡ് ചെയ്യാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് എന്റെ കഴിവൊന്നും അല്ല, ദൈവത്തിന്റെ ഫേവറാണ്, ദൈവത്തിന്റെ കൃപയാണ്. കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യുവാന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളെയൊക്കെ കർത്താവ് ഒരുക്കി തരുമെന്നുള്ള ഒരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ്. എന്റെ സിസ്റ്റർ ഭയങ്കര പാട്ടുകാരിയാണെങ്കിലും അവളിപ്പോ അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ദൈവം എന്നെയാണ് അതിനെ കണ്ടത്, കർത്താവ്. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത്, ഞാൻ ഒരിക്കലും കഴിവുള്ള വ്യക്തി അല്ല. പക്ഷെ ദൈവം അതിനുള്ള കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. സമയം കടന്നു പോയപ്പോഴാണ് പിന്നെ ഞാൻ തിരിച്ചു വരാൻ 2013 സമയത്ത് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ കാലിനൊരു വേദന വന്നു. കാലിന് വേദന തുടങ്ങിയതാണ്. പക്ഷേ അത് വേദന ശരീരത്തിലേക്ക് മുഴുവൻ വ്യാപിക്കുവാനിടയായി തീർന്നു. അത് ഒരു ശോധനയുടെ അനുഭവത്തിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോയ ഇടയായി. ഞാന് പെട്ടെന്ന് എനിക്ക് ഓൾ ഓഫ് എ സഡൻ എന്റെ തലയുടെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് വേദന വരും. വേദന വന്നിട്ട് അത് കയ്യിലും കാലിലും ശരീരത്ത് മുഴുവനും അങ്ങ് വ്യാപിച്ച് അത് കഴിഞ്ഞതിന് ആ സമയം അത് വരുമ്പോ അത് ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് കണ്ടിന്യൂസ്ലി എനിക്ക് വേദനയാണ്. ഭയങ്കര അതിശക്തമായിട്ടുള്ള വേദന. ഞാൻ ഈ ഫ്ലോറിഡയില് കാണിക്കാത്ത ന്യൂറോളജിസ്റ്റുകളില്ല. വളരെ മാനസികമായ പ്രയാസത്തിൽ കൂടെ കടന്നുപോയ വർഷങ്ങളായിരുന്നു. ഞാൻ ഏതെല്ലാം ന്യൂറോളജിസ്റ്റുകളെ കണ്ടാലും ഇവരെല്ലാം എന്നോട് പറയും, ആൻസി, വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ. നിനക്ക് എന്താണ് പ്രയാസമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. വളരെ പ്രഗത്ഭരായിട്ടുള്ള ന്യൂറോളജിസ്റ്റുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്റെ കാര്യങ്ങൾ ഒത്തിരി ഒന്നും എനിക്ക് ആരോടും പറയുന്നത് ഇഷ്ടമല്ല. എന്റെ പാസ്റ്ററും വൈഫിനോടും പറയും, പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്, അവർക്ക് മാത്രമല്ലാതെ എന്റെ പേരൻസിന് പോലും എന്റെ വേദനയുടെ സിവിയറിറ്റി അറിയത്തില്ല. അതെന്റെ ഹസ്ബൻഡ് മാത്രമേ, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ മാനസികമായ പ്രയാസത്തിൽ കൂടെ ഞാൻ കടന്നു പോകുവാനിടയായിത്തുള്ളൂ. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ തളർന്നു കിടക്കുമെന്ന്. എന്റെ കൈക്കും കാലിനും വീക്ക്നെസ്, നംനെസ്, കൈക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത അനുഭവം. ഡോക്ടേഴ്സിന് അറിയത്തില്ല. ഡോക്ടേഴ്സ് കൈവിട്ടു. മെഡിക്കേഷൻ എത്ര തന്നാലും എഫക്റ്റ് ആവത്തില്ല. പക്ഷേ ഞാൻ ദൈവസന്നിധി ഇങ്ങനെ തീരുമാനമെടുത്തു, പിശാച് ഒരിക്കലും എന്നെ തളർത്തി കളയാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ഈ വേദന വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. പലപ്പോഴും തലയ്ക്ക് വേദന വന്നിട്ട് എന്റെ ഓറിയന്റേഷൻ പോലും നഷ്ടപ്പെടുന്ന അനുഭവം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപയും എന്റെ മനസ്സിന്റെ ആ ഒരു ദൃഢനിശ്ചയവും കർത്താവ് അത് കണ്ടതുകൊണ്ട് എന്നെ ഒരിക്കലും കർത്താവ് കൈവിട്ടില്ല. പക്ഷേ
ഈ ശോധനയുടെ നടുവിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ആ വചനത്തിൽ കൂടെ സംസാരിക്കുമായിരുന്നു. ഇപ്രകാരം കർത്താവ് എന്നോട് പറയും, ഈ രോഗം മരണത്തിനല്ല, ദൈവത്തിന്റെ നാമം നിന്നിൽ കൂടെ മഹത്വപ്പെടുവാൻ അത്രേ എന്ന് ഈ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. അതുപോലെ തന്നെ ദൈവാത്മാവിനോട് പറഞ്ഞു, വെള്ളി ഊതിക്കൊഴിക്കുന്നത് പോലെ ഞാൻ നിന്നെ ഊതിക്കഴിക്കും, എങ്കിലും നിന്റെ കാലടി വഴുതുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് വചനത്തിൽ കൂടെ കർത്താവിനോട്. ആ സമയത്ത് എന്റെ കാലടി വഴുതി പോകുന്ന സമയമാണ്, എന്റെ കാലിന്റെ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, എന്ത് കഴിച്ചാലും എഫക്റ്റീവ് ആകാത്ത സമയത്താണ് ദൈവാത്മാവ് പറയുന്നത്, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ കഴിക്കും, എങ്കിലും നിന്റെ കാലടി വഴുതുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ വാഴ്ത്തത്തെ വചനങ്ങളൊക്കെ ഞാൻ എൻ്റെ ബെഡിന്റെ ബോർഡിൽ എഴുതിയിട്ടിട്ട് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ കൂടെ കുറെ വർഷങ്ങൾ കടന്നുപോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അനുഭവം, ദൈവമല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ലാത്ത അനുഭവം. ആ തലയുടെ വേദന വരുമ്പോ എന്നെ ഭയങ്കരമായി എന്നെ അസഹ്യപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു ആ തലയുടെ വേദന. പക്ഷെ 2021 ഡിസംബർ മാസം 31 ഇയറിന്റെ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ ഞാൻ പല ദിവസം ഉപവസിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വിഷയത്തിൽ എന്റെ പേരൻസ് ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ അന്ന് ആ വേദന എന്നെ വിട്ടുപോയി, തലവേദന. പിന്നെ ഇതേ നാള് വരെ ആ തലവേദന വന്നിട്ടില്ല. പക്ഷെ സ്റ്റില് കൈക്കും കാലിനും ദേഹം മുഴുവനും വേദനയായിരുന്നു. ഞാനാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പം ഈ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഐബുപ്രൂഫിനോട് കഴിക്കാൻ പറയും. ഐബുപ്രൂഫ് എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലറാണ്. അത് പക്ഷെ വളരെ സ്ട്രോങ് അല്ലെങ്കിലും ഈ കിഡ്നിക്കൊക്കെ ഭയങ്കര പ്രയാസം വരുത്തുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ ഈ വേദനയൊക്കെ കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ, കാരണം ജോലി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഞാൻ ഈ പെയിൻ മെഡിസിന് ഒരു 3-4 ഒക്കെ 800 milligram ഒക്കെ കഴിക്കും. ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ, ഈ ഐബുപ്രൂഫിനൊക്കെ കഴിച്ച് എന്റെ കിഡ്നിയൊക്കെ പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല, അതുപോലെ ഞാൻ എടുത്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഈ മസിൽ റിലാക്സിന്റെ ഫ്ലെക്സൽ എന്നൊക്കെ പറയുന്ന മെഡിക്കേഷൻ അത് കഴിച്ചിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങും, കാരണം മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഹീലാകത്തൊന്നുമില്ല. അന്നേരം നമ്മള് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഉറങ്ങാൻ വേണ്ടി, ഈ ഒരു മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ മെഡിസിൻ എടുത്തിട്ട് കിടന്നങ്ങ് ഉറങ്ങും. പക്ഷെ എഴുന്നേൽക്കുമ്പോ അതിലും ഭയങ്കര വേദന. ഇങ്ങനെ നീണ്ട 11 വർഷങ്ങൾ കടന്നുപോയി. 2013 മുതൽ 2023 ജനുവരി മാസം 17-ം തീയതി ഫ്രൈഡേ രാവിലെ, അന്ന് ഞാൻ ഫ്രൈഡേ ഉപവസിക്കും, എല്ലാ ആഴ്ചയും ഉപവസിക്കുന്ന സമയമാണ്. എപ്പോഴും ഞാൻ ഫ്രൈഡേ ഉപവസിക്കും. എന്നാൽ അന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇത്രയും നാൾ ഈ മെഡിക്കേഷൻ കഴിക്കുന്നു, നീ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും നാള് നീ മെഡിക്കേഷൻ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ദൈവാത്മാവ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. നീ ഒരു കാര്യം ചെയ്ത്, നീ എന്നെ കംപ്ലീറ്റ്ലി നീ സറണ്ടർ ചെയ്ത് ദൈവത്തിൽ ആശ്രയിക്കാൻ, ഒരു ദിവസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ ഫ്രൈഡേയില് രാവിലെ മുതൽ ഞാൻ വൈകിട്ട് വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉച്ചയായപ്പോ എന്റെ റൂമിനകത്ത് കയറി ഞാൻ കതകടച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തിയോടെ എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, അന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ എന്റെ ശരീരത്തിന്റെ ആ വേദന എന്നെ വിട്ടുപോകുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് എന്റെ കിച്ചൺ ക്യാബിനറ്റിലേക്ക് വന്ന് എന്റെ മെഡിക്കേഷൻ എല്ലാം എടുത്ത് ഞാൻ ട്രാഷിൽ കളഞ്ഞു. ഞാൻ ദൈവസ്ഥനത് ഇപ്രകാരം പറഞ്ഞു, കർത്താവെ, ഇനി ഈ ഒരു വിഷയത്തിന്, ഈ ഒരു വേദനയ്ക്ക് ഞാൻ ഒരു പെയിൻ കില്ലർ, ഒരു ടൈനോൾ പോലും ഞാൻ എടുക്കത്തില്ലെന്ന് ദൈവസ്ഥനതി തീരുമാനമെടുത്തു. ആ ദിവസം എന്നെ അതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ദിവസം എന്നെ വിട്ടുപോകുവാനിടയായിരുന്നു. ഇപ്പോഴും ചെറിയ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അന്ന് ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിൽ കാലും നമ്മായി പോകുന്ന അസ്വസ്ഥതകൾ, കൈയുടെയും എല്ലാ പ്രയാസങ്ങളും
അന്ന് വിട്ടുപോകുവാനിടയായി തീർന്നു. അന്ന് മുതൽ ഇന്നേ വരെ ഞാനൊരു പെയിൻ കില്ലർ ഞാൻ എടുത്തിട്ടില്ല. കർത്താവ് എനിക്ക് അതിനെ അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാനം മഹത്വം ഞാൻ ദൈവസന്നിധിയിൽ അന്ന് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തപ്പോൾ, ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചപ്പോൾ, കർത്താവിനെ നീണ്ട വർഷക്കാലം എന്നെ അലട്ടിയിരുന്ന അസ്വസ്ഥത എന്നെ വിട്ടു പോകുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് 2022 നവംബർ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്. എന്റെ സ്പൈനൽ കോഡിന് ഒരു സ്വെല്ലിംഗ് ഉണ്ട്, ഒരു മാസ് ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്നൊരു ചിന്ത വരികയാണ്. അന്നേരം ഉടനെ എന്റെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടറിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ നെക്കിനും എന്റെ മുതുകിനും എനിക്കൊരു MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI ഡോക്ടർ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താണ്? നീ ഒരു 6 മാസം മുന്നേ ആണല്ലോ ഈ MRI ഒക്കെ എടുത്തത്. കാരണം ഈ വേദനയൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് തലയ്ക്കും മുതുകിനും എല്ലാം MRI CT ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു അസുഖവും കണ്ടുപിടിച്ചിട്ടില്ല. അന്നേരം പറഞ്ഞു, 6 മാസം മുന്നേ ആണല്ലോ MRI എടുത്തത്, ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് അവരെന്നോട് പറഞ്ഞു. പക്ഷെ എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവര് എനിക്ക് MRI എടുക്കാനായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് എന്റെ നെക്കിനും എന്റെ തൊറാസിക് ഏരിയയുടെ മുതുക് ഭാഗത്തും അവർ MRI എടുത്തു. MRI എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്റെ ചിന്ത എനിക്ക് സ്പൈനൽ കോഡിൽ ഒരു മാസ് ഉണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് ഓഫീസിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉള്ളതായിട്ടാണ്, അതുകൊണ്ടാണ് അവർ തിരിച്ചു വിളിക്കുന്നത്. അല്ലെങ്കിൽ അവർ വിളിക്കത്തില്ല. നമുക്ക് എവറിത്തിങ് ഓക്കെ ആണെങ്കിൽ അവർ വിളിക്കത്തില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ വിളിക്കാതിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, എന്റെ റിസൾട്ട് വന്നോന്ന് ചോദിച്ചു. റിസൾട്ട് അവർ പറഞ്ഞു, നിന്റെ മുതുകത്ത് ഉള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ വായിച്ചു ചോദിച്ചു, എന്തെങ്കിലും മാസ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എവറിത്തിങ് ഈസ് ഓക്കെ ആണെന്ന് പറഞ്ഞു, നോർമൽ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഡോക്ടേഴ്സ് ഓഫീസിൽ നിന്ന് എന്നെ തിരിച്ചു വിളിച്ചിട്ട് അപ്പോഴത്തേനും എനിക്ക് പേടിയായി. സംതിങ് ഈസ് ഗോയിങ് ഓൺ, എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പം എന്നോട് പറഞ്ഞു, ആൻസി വി ആർ റിയലി സോറി, വി ഫൗണ്ട് എ മാസ് ഇൻ യുവർ നെക്കിൽ ഒരു മാസ് റിലീഷൻ അവർ കണ്ടു എന്ന് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ഇത് എക്സ്പെക്ട് ചെയ്തതാണെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായി. കാരണം 3 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ, ഞങ്ങളുടെ അടുത്ത ലൈഫ് എന്തോ ആണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്കിങ്ങനെ വരുവാനിടയായിട്ട്. എന്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരിക്കലും അങ്ങനെ പുറമെ അങ്ങനെ ഒത്തിരി കാണിക്കത്തില്ല, ടെൻഷനൊന്നും കാണിക്കത്തില്ലെങ്കിലും മൗനമായിട്ട് പുള്ളി ഇരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വിഷമമായപ്പോ ഡോക്ടേഴ്സ് ഓഫീസിൽ അവര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങള് അത് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞതിന്റെ 2 ദിവസമായപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. നീ അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി ചെയ്യണ്ട, അൾട്രാസൗണ്ട് മാത്രം ചെയ്താൽ മതി. നീ ഡോക്ടേഴ്സ് ഓഫീസിൽ തിരിച്ചു വിളിച്ച് ഇങ്ങനെ പറയണം, എന്നിട്ട് ഒരാഴ്ച ഈ വിഷയത്തിന് വേണ്ടി നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവിനോട് ഇടപെടുവാനിടയായി. അങ്ങനെ ദൈവശബ്ദത്തിന് വില കൊടുത്ത് തിരിച്ച് ഡോക്ടേഴ്സ് ഓഫീസിൽ വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു, എനിക്ക് ബയോപ്സി ചെയ്യണ്ട, അൾട്രാസൗണ്ട് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർ അതിശയിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. അതെന്താണ് അങ്ങനെ പറയുന്നത്? കാരണം അതൊരു ബയോപ്സി എടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്തോ ആ പ്രോബ്ലം എന്ന്. ഞാൻ പറഞ്ഞു ഇപ്പൊ അത് ചെയ്യണ്ട, ഇപ്പം ബയോപ്സി അൾട്രാസൗണ്ട് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഒരു ആഴ്ച വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് കഴിയുമ്പോൾ ഞാൻ ഈ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു. ഇപ്രകാരമാണ്, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയും അല്ലയോ? ഈ ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കാനിടയായിത്തീർന്നു. ഞാൻ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട് ഞാൻ ദൈവസന്നിധി ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റികയുമാണെങ്കിൽ തീയ്ക്ക് ഒരു വസ്തുവിനെ കരിച്ചു കളയുവാൻ പറ്റും.
ചുറ്റികയ്ക്ക് ഒരു വസ്തുവിനെ ഇടിച്ചു പൊളിച്ചു കളയുവാൻ പറ്റും. അങ്ങനെയെങ്കിൽ അങ്ങയുടെ വചനത്തിന് കരിക്കാനും പൊളിക്കാനും ഇടിക്കാനും കഴിവുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ടിഷ്യൂ സ്വെല്ലിങ്ങിനെ അല്ലെങ്കിൽ ഒരു മാസിനെ തകർത്ത് കളയുവാനാണോ ദൈവവചനത്തിന് കഴിവില്ലാത്തത്? ഇത് വെച്ച്, ഈ വചനം വെച്ച് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വചനം തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വേറെ ആരോടും ഈ വിഷയം പറഞ്ഞില്ല. എന്റെ ചർച്ചിൽ എന്റെ പാസ്റ്ററും ആന്റിയോടും പറഞ്ഞു. അവരെന്നെ വിളിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആന്റി എല്ലാ ദിവസവും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്റെ പേരൻസിനോട് ഞാൻ അധികം പറഞ്ഞില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ശനിയാഴ്ചയായപ്പോ ഞാൻ ദേവദാസിനോടും ആന്റിയോടും പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണമെന്ന് പറഞ്ഞു. സഭാവിശ്വാസികൾക്കൊന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് പ്രാർത്ഥന വെക്കുന്നത്. ഞാൻ ഉപവസിക്ക് വിഷയമൊന്നും അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു ദേവദാസൻ പാസ്റ്റർ ദീപു എന്ന എൻ്റെ ഫ്രണ്ടിന്റെ മേരിലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. മേരിലാൻഡിൽ എൻ്റെ ഫ്രണ്ടിന്റെ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവദാസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തോ എന്നോട് കർത്താവ് ഇടപെട്ടു. ആ ദേവദാസിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാന് ആ സമയത്ത് സൂമിൽ കൂടെ ഒരു മിനിസ്റ്റർ, ആ ചേച്ചി എന്നെ മീറ്റിംഗ് സൂമിൽ കൂടെ കാണിച്ചു. പക്ഷെ എന്തോ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു ആ ദേവദാസിനെ വിളിച്ച് മീറ്റിംഗ് വെക്കാൻ. പക്ഷെ ശനിയാഴ്ചയാണ് മീറ്റിംഗ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ ദേവദാസിന് നാട്ടിൽ തിരിച്ചു പോകണം. പക്ഷെ ഞങ്ങൾ പറഞ്ഞ ഉടനെ ദേവദാസൻ പറഞ്ഞു, ഞാൻ ഓക്കെ ആണ്. പിന്നെ ഞങ്ങളും അത് എഗ്രി ചെയ്തു. അങ്ങനെ ഫ്രൈഡേ നൈറ്റ് ദേവദാസൻ വന്നു. സാറ്റർഡേയിൽ ഞങ്ങൾ മീറ്റിംഗ് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ദേവദാസ് ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരും മീറ്റിംഗിൽ കടന്നു വന്നു. ആ മീറ്റിംഗിൽ വളരെ അത്യന്തമായിട്ടുള്ള ദൈവശക്തി വ്യാപരിക്കുവാനിടയായിരുന്നു. ആ ഒരാഴ്ച മുഴുവനും ഞാൻ എൻ്റെ ലിവിംഗ് റൂമിലും എല്ലാം നടന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാത്രമേ ആ ഒരാഴ്ച ഉള്ളായിരുന്നു വീട്ടിൽ. ഞാനും വെക്കേഷനിലായിരുന്നു. അങ്ങനെ സമയത്താണ് ആ ശനിയാഴ്ച മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. എനിക്ക് ഫീൽ ചെയ്തത് ഒരു കോട്ടൺ അന്തരീക്ഷത്തിൽ പറക്കുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ പരിശുദ്ധാത്മാവ് ഞാൻ ആരാധിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്കെന്തോ ശരീരത്തിൽ ബലമില്ലാത്ത അനുഭവത്തിലൊക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ ആയിപ്പോയി. അങ്ങനെ ഒരു അനുഭവത്തിൽ കർത്താവ് എന്നെ കടത്തിവിട്ടു. അന്ന് എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ സൗഖ്യമാക്കിയത്. അങ്ങനെ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വന്നു. കർത്താവിനെ സൗഖ്യമാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച അൾട്രാസൗണ്ട് നടത്തിയപ്പോൾ ആ ഒരു വൈറ്റ് ലേഡിയാണ് അൾട്രാസൗണ്ട് ചെയ്തത്. പക്ഷേ അവർ നോക്കിയപ്പോ എന്റെ മാസ് അവിടെ കണ്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അവരെന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഒത്തിരി ഹാപ്പിയായി. കാരണം ഞാൻ പറഞ്ഞു, നീ എന്താണോ ചെയ്തത് അത് വർക്കൗട്ടായി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ എൻ്റെ കർത്താവിനോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവരെന്നെ ഹഗ് ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ അടുത്ത പ്രാവശ്യം MRI എടുത്തപ്പോൾ വന്ന റിസൾട്ടാണ് എന്നെ അതിശയിപ്പിച്ചത്. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞത് എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയുമാണ്, അതിനെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞതാണ്. ആ ഡോക്ടറിന്റെ റിപ്പോർട്ട് ഇപ്രകാരമാണ് ഡോക്ടർ പറഞ്ഞത്, ഒരു വസ്തു അവിടെ ഉണ്ടായിരുന്നു, ഒരു മാസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊളിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അവിടെ നിറവേറുവാനിടയായി തീർന്നു. അങ്ങനെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ആ സമയത്ത് 2024 മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയ സമയമാണ്. 2024 ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ 2024 ഫെബ്രുവരി ആയപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിർത്തിവെക്കണമെന്ന്. ഞാനൊരു കൺഫർമേഷന് വേണ്ടി ആ സമയത്ത് നമ്മൾ 2023 എനിക്ക് പ്രത്യേകമായ കർത്താവ് എനിക്ക് നിയോഗം തന്നു ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട്. അങ്ങനെ ഗ്രേറ്റ് വിഷൻ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ഓൺലൈൻ കോഴ്സ് ആയിരിക്കുന്ന ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി പാസ്റ്റർ ഷാജി മാത്യു ഇടമൻ അദ്ദേഹവുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി പഠിക്കുവാനുള്ള കൃപ കർത്താവിലേക്ക് തന്നു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, BTH പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കൃപ കർത്താവിലേക്ക് തന്നു. ദേവദാസിനെ പാസ്റ്റർ ഷാജി മാത്യു ഇടമനെ പരിചയപ്പെട്ടത് അതിന്റെ ജീവിതത്തിൽ അടുത്തൊരു ഘട്ടത്തിന്റെ അത് വലിയ അനുഗ്രഹത്തിന്റെ ഒരു വർഷങ്ങളായിരുന്നു.
അങ്ങനെ 2024 ദൈവാത്മാവിനോട് ഇടപെട്ടു. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് കർത്താവിന്റെ ആത്മാവിനോട് ഇടപെട്ടു. ആ സമയത്ത് ഞാനൊരു കൺഫർമേഷന് വേണ്ടി ഞാൻ ഷാജി മാത്യു പാസ്റ്ററിനെ വിളിച്ചപ്പോൾ ദേവദാസൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവദാസിനെ വിളിച്ചപ്പോൾ പാസ്റ്റർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യത്തിന് ഒരു കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവദാസ് പറഞ്ഞു, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ പറഞ്ഞു, ഓക്കെ, അത് പിന്നീട് മതി എന്ന് പറഞ്ഞു. പക്ഷെ ദേവദാസ് എന്നോട് പറഞ്ഞു, അല്ല ആൻസിക്ക് വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി പുള്ളി ചെയ്തിട്ട് ദേവദാസ്, ഞാൻ വിഷയമൊന്നും പറഞ്ഞില്ല, ദേവദാസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നോട് ആലോചന പറയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിർത്തിവെക്കണം, ദൈവസന്നിധി നീ ഇരുന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കണം, പിന്നീട് നിങ്ങളൊരു മിനിസ്ട്രി തുടങ്ങുമെന്ന് ദൈവാത്മാവിൽ കർത്താവിന്റെ ദാസനോട് ദൂത് പറയുവാനിടയായി. ഞാൻ ദൈവസന്നിധി ഭയങ്കരമായി കരയാൻ തുടങ്ങി. കാരണം ദൈവാത്മാവ് എന്നോട് ഇടപെട്ട കാര്യം തന്നെ ദൈവദാസനിൽ കൂടെ പറഞ്ഞ് കേട്ടപ്പോൾ അതിന് ഭയങ്കര കൺഫർമേഷൻ ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു വർഷം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് എനിക്ക് പ്രത്യേകമായ നിയോഗം തന്ന ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ഞാനാണെങ്കിൽ ആ വർഷം 3 പ്രാവശ്യം 21 ദിവസം ഇരുന്നു. ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളാണ്. എങ്കിലും ദൈവാത്മാവിനോട് പറയാം അടുത്ത് 21 ഇരിക്കാൻ, 2 മാസം കഴിയുമ്പോൾ 21 ഇരിക്കാൻ പറയും. അങ്ങനെ ആ വർഷം 3 പ്രാവശ്യം 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെയുള്ള നിയോഗത്തിൽ കൂടെ കർത്താവ് എന്നെ കടത്തിവിട്ടു. അത് കഴിഞ്ഞിട്ട് 2025 ഫെബ്രുവരി ആയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങളൊരു മിനിസ്ട്രിക്ക് പേര് കണ്ടുപിടിക്കാൻ വേണ്ടി നീ ഉപവസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി മാസം 2025 ഞാൻ എന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു പേര് കണ്ടുപിടിക്കാനായിട്ട് ഉപവസിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ 2025 ഫെബ്രുവരി മാസം 21 ദിവസം ഉപവസിക്കുന്ന സമയത്ത് 19ാമത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ എന്നോട് സംസാരിച്ചു. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി നിങ്ങൾ എന്നോട് കൂടെ നിരന്നുകൊള്ളുക. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ മിനിസ്ട്രിയുടെ പേര്, ക്രൈസ്റ്റ് അംബാസിഡേഴ്സ്. അങ്ങനെ ക്രൈസ്റ്റ് അംബാസിഡേഴ്സ് ഗ്ലോബൽ മിനിസ്ട്രീസ് എന്നുള്ള പേര് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്നതാണ്. അങ്ങനെ ആയപ്പോ അത് കഴിഞ്ഞിട്ട് കർത്താവിനോടൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ജൂൺ ഒരു മെയ് മാസമായപ്പോൾ കർത്താവ് പിന്നെയും ഇടപെട്ടിട്ട് പറഞ്ഞു, മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിടണമെന്ന്, ഒരു ബേസ് ചെയ്തിടണമെന്ന്. വേറെ ഒന്നും സംസാരിച്ചില്ല. അതിന്റെ മിനിസ്ട്രി ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തിടണം. അങ്ങനെ ജൂൺ മാസമായപ്പോൾ ഞങ്ങൾ ചർച്ചയിൽ വെച്ച് ക്രൈസ്റ്റ് അംബാസിഡേഴ്സ് ഗ്ലോബൽ മിനിസ്ട്രീസ് എന്ന പേരിൽ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിന്റെ കാര്യം അത് സ്റ്റാർട്ട് ചെയ്തിടുവാൻ, ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്തിടുവാൻ, അതിന്റെ ലോഗോ പ്രകാശനം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാരും എന്നോട് പറയും സൂം മീറ്റിംഗ് ഒക്കെ തുടങ്ങണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷെ ഞാൻ അതിന് ദൈവം എനിക്ക് നിയോഗം തന്നില്ല. എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഞാൻ 7 ദിവസം ഉപവസിച്ചപ്പോൾ 5ാമത്തെ ദിവസം കർത്താവിന്റെ ആത്മാവിനോട് ഇടപെട്ടു ഒരു സൂം മീറ്റിംഗ് തുടങ്ങാനായിട്ട്. അങ്ങനെ ഫെബ്രുവരി മാസം മുതൽ എവരി മന്ത്ലി മീറ്റിംഗ് ചെയ്യുവാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ഞങ്ങൾക്ക് തന്ന ദർശനം എന്ന് പറയുന്നത് കേരളത്തിൽ മലബാർ സൈഡില് ദൈവത്തിന്റെ ഒരു വേല ചെയ്യുവാനാണ് കർത്താവ് ഞങ്ങൾക്ക് ദർശനം തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ക്രൈസ്റ്റ് അംബാസിഡേഴ്സ് ഗ്ലോബൽ മിനിസ്ട്രീസിന്റെ പേരിൽ ഒരു വേറെ സ്ഥലം തുടങ്ങുവാനായി കർത്താവ് ഞങ്ങൾക്ക് നിയോഗം തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയം കർത്താവിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് സമയമാകുമ്പോൾ അതിനുള്ള സാധ്യതകളെ കർത്താവ് ഒരുക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നാളുകളായിട്ട് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് 9 വർഷമായി. എങ്കിലും ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവെ ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു മിഷനോടനുബന്ധിച്ച് മാത്രമേ ഞാൻ നാട്ടിൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർത്താവ് അതിനുള്ള സാധ്യതകളെയും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ജൂലൈയിലെ നാട്ടിൽ പോകുമ്പോൾ മിഷൻ വർക്കുകളൊക്കെ ചെയ്യുവാൻ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഹല്ലേലൂയ, കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ, ഞങ്ങളെ ഒരു മരുഭൂമിയിൽ കൊണ്ടിടുന്നത് പോലെ ആരുമില്ലാത്ത സ്ഥലത്ത്, ഞങ്ങളുടെ പേരൻസോ ബന്ധുക്കളോ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഫ്ലോറിഡയിൽ കർത്താവ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്
ഞങ്ങൾക്ക് ചർച്ച് മെമ്പേഴ്സും ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. എങ്കിലും ഞങ്ങളെ ആരുമില്ലാതെ, ഞങ്ങളുടെ ബന്ധുക്കളോ ആരുമില്ലാതെ കർത്താവ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശമായിരുന്നു, ദൈവത്തിന്റെ പർപ്പസ് ആയിരുന്നു. കർത്താവിന് നാളുകളായിട്ടുള്ള വാഴ്ത്തത്വങ്ങൾ ഞങ്ങളിൽ കൂടെ നിവർത്തിക്കുവാൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ എന്റെ കുഞ്ഞുനാളിൽ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ച് വാങ്ങിക്കാനുള്ള സാധ്യതകളൊക്കെ നിങ്ങളിൽ കൂടെ കർത്താവ് ചെയ്യും. അതും ഇവിടെ വെച്ച് കർത്താവ് നിവർത്തിക്കുവാനിടയായി തീർന്നു. പ്രിയത്തിന്റെ ജനം, എനിക്ക് പറയുവാനുള്ളത്, ദൈവം വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ദൈവമാണ്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, താമസിക്കുകയില്ല. അത് വരും, നിശ്ചയം അതിനായി കാത്തിരിക്കുക. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ ഉറപ്പായിട്ട് നമ്മളതങ്ങ് വിശ്വസിക്കണം. ഹല്ലേലൂയ. അത് പച്ചയായി അതങ്ങനെയാണ് വിശ്വസിക്കണം. അതുപോലെ തന്നെ വാഗ്ദത്തങ്ങൾ കേട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനുള്ള സ്റ്റെപ്പുകളെ നമ്മൾ എടുത്തു വെക്കണം. പ്രൈസ് ദി ലോർഡ്. അവയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ കർത്താവ് വാഗ്ദത്തങ്ങളെ വിശ്വസനാണ്. പറഞ്ഞാൽ ഉവ്വും തന്നെയാണ്. അതുപോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനവുമായിട്ട് അനേക സ്ഥലങ്ങളിൽ സൂം മീറ്റിങ്ങിലൊക്കെ കർത്താവിന്റെ വചനവുമായി നിൽക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തരുന്ന ജോലിയോടൊപ്പം ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ ശുശ്രൂഷയിലുമായിരിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിലൊക്കെ 1-2 മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യുവാനും വചനം സംസാരിക്കുവാനുമുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാ പ്രിയ പ്രേക്ഷകരോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമായി തീരട്ടെ. വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അതിനുള്ള കാരണങ്ങളെ കർത്താവ് നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ. ദൈവവചനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഇത്രയും സമയം ഹല്ലേലൂയ ചെവിയിൽ കൂടെ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ കൂടെ സംസാരിച്ചതുപോലെ അങ്ങ് വാഗ്ദത്തം ചെയ്തും വിശ്വസ്തനാണ്. അങ്ങ് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിൽ അത് ഉവ്വെന്ന് തന്നെയാണല്ലോ കർത്താവേ. ദിവസം ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ വീണ്ടും കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സാക്ഷ്യം അനേകരമായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണം. അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, അവരുടെ ആത്മീയ വർധനയ്ക്ക് ഇത് കാരണമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിനിസ്റ്ററെ അനുഗ്രഹിക്കുമാറാകണം. ദേവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് സ്തോത്രം സകലവും യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപ കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ആൻസി എബ്രഹാം. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കന്മാർക്ക് പ്രിയ മൂത്ത മകളായിട്ട് ജനിച്ച് വളർത്തപ്പെട്ടു. ആദ്യ കാലയളവിലൊക്കെ വളരെ നാണം കുണിങ്ങിയായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും പിന്നത്തേതില് അതൊക്കെ മാറ്റി ഇന്ന് അനേകർക്ക് അനുഗ്രഹിക്കപ്പെട്ട, ധൈര്യം പകരുന്ന, പ്രത്യാശ പകരുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വാക്കുകളോടുകൂടി മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനും കർത്താവിന്റെ സന്നിധിയിൽ അടുപ്പിക്കുവാനും ഒക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി നല്ല അനുഭവങ്ങളുടെ ഉടമയാക്കി വിശ്വാസം ദൈവം പഠിപ്പിച്ചെടുത്ത് ഇന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയിരുന്ന ആ പശ്ചാത്തലത്തിലൊക്കെ വിശ്വസ്തയോടുകൂടി ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് ദൈവം പിന്നത്തേതിൽ മാനിച്ചു. ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് ഇന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം ഒരു സ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതവും കുടുംബ ജീവിതവും ഔദ്യോഗിക ജീവിതവും ശുശ്രൂഷാ ജീവിതവും
അനേകർക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ, കൈത്താങ്ങൾ കൊടുക്കുവാൻ ഒക്കെ പ്രിയ മകളെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ കുടുംബമായി ദൈവം അതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ തുടർന്നും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, വേദികളിൽ നിന്ന് വേദികളിലേക്ക്, ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് നല്ല സാക്ഷ്യം, നല്ല വചനം, ആത്മീയ ശുശ്രൂഷകൾ, വർഷിപ്പ് ഒക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും മുന്നോട്ടുള്ള ഭാവി പദ്ധതികളൊക്കെ ദൈവിക പ്രകാരം നിവർത്തിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതാനുഭവവും അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുക ഇതിനോടകം കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് കേട്ട ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ തിങ്കളാഴ്ചയും സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തും. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.